സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി നമ്മൾ പറഞ്ഞു, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു, എന്തൊക്കെയാണ് അതിന്റെ എവിഡൻസസ് എന്നും ഡ്രോബാക്സ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇതുവരെ 9 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ഞാൻ ഓടിച്ചു പോവാണ് ഇതുവരെ പറഞ്ഞതിലുള്ള. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിസിക്കൽ ജോഗ്രഫി ആയിരുന്നു. How can the mountain ecosystem be restored from negative impact of development initiatives and tourism? അതിന്റെ മേജർ ആയിട്ടുള്ള ആൻസറിൽ എന്തൊക്കെയാണ് കീവേഡ്സ് ഉൾപ്പെടുത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞാണ്. ഡെവലപ്മെന്റിന്റെ കാര്യമാണെങ്കിലും ടൂറിസം ആണെങ്കിലും എക്കോ ടൂറിസം, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പിന്നെ ടൂറിസ്റ്റ് ഫുട്ഫോൾ കുറയ്ക്കുക, സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ, പിന്നെ ലെജിസ്ലേഷൻ, നല്ല എൻവയോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ലെജിസ്ലേഷൻ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. സോ മൗണ്ടൈൻ എക്കോസിസ്റ്റം, ഹിമാലയൻ എക്കോസിസ്റ്റം, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ് എന്നിവയെ പറ്റിയൊക്കെ നമ്മൾ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് പെർസ്പെക്റ്റീവിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഹിമാലയാസ് സെഡിമെന്ററി റോക്സ് ആണ് നമുക്കറിയാം, അത് ഹൈലി പ്രോൺ ടു ലാൻഡ് സ്ലൈഡ്സ് ആണ്. അതിന്റെ കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഹിമാലയയുടെ സതേൺ സൈഡ് ഭയങ്കര സ്റ്റീപ്പാണ്, സെഡിമെന്ററി റോക്ക് ആണ്, ടെക്ടോണിക്കലി ആക്റ്റീവ് ആണ്. ഓക്കെ, അതിന്റെ ഫോർമേഷൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഹിമാലയയുടെ ഫോർമേഷൻ ഡിസ്കസ് ചെയ്തു. കമ്പയർഡ് ടു ഹിമാലയ, ദ വെസ്റ്റേൺ ഗട്ട്സ് ആർ ലെസ് പ്രോൺ ടു ലാൻഡ് സ്ലൈഡ്സ്. അതിന്റെ കാരണങ്ങളും ഇതിനോട് അനുബന്ധമായിട്ട് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും ഒബ്വിയസ്ലി അറിയാവുന്ന കാര്യങ്ങളാണ്. അതും നമ്മൾ അതിനോട് അനുബന്ധമായിട്ട് പറഞ്ഞിരുന്നു. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കോറൽ റീഫ് സിസ്റ്റംസ്, മേജർ കോറൽ റീഫ് സിസ്റ്റം അറൌണ്ട് ദ വേൾഡ്. കോറൽ റീഫ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഫ്രിഞ്ചിങ് റീഫ്, ബാരിയർ റീഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ അതിന്റെ കോറൽ റീഫ് സിസ്റ്റത്തിന്റെ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ, ഗ്ലോബൽ വാർമിങ്ങിന്റെ കോറൽ റീഫ് സിസ്റ്റത്തിൽ വരുന്ന ഇമ്പാക്ട് എന്താണ്? അതിന് നമ്മൾ പറഞ്ഞു ഇത്ര അതിന്റെ 20 to 25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അതിന്റെ ടെമ്പറേച്ചറിൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറം പോവുകയാണെങ്കിൽ സൂപ്പർ ഓക്സിജൻ എമിറ്റീവ്. സോ സൂവാക്സിൻ എന്ത് ചെയ്യും? ഈ കോറൽ റീഫ് സിസ്റ്റം പൊളിപ്സ് എന്ത് ചെയ്യും? എക്സ്പെൽ ചെയ്യും. അങ്ങനെ അത് കോറൽ ബ്ലീച്ചിങ്ങിന് കാരണമാകും. സോ ഇതിൽ നിന്നും കോറൽ ബ്ലീച്ചിങ് ആയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയായിട്ടും ഏത് രീതി വേണമെങ്കിൽ ചോദിക്കാം. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അസസ്മെന്റ് ആണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ഇന്തോനേഷ്യ, പിന്നെ ഗ്രേറ്റ് ബാരിയർ റീഫ്, ഓസ്ട്രേലിയ, അവിടങ്ങളിലൊക്കെ എന്താണ് അറൌണ്ട് 30 to 50%, 80% വരെ എന്താണ് ഇതിന്റെ ഡീഗ്രഡേഷൻ സംഭവിച്ചു കഴിഞ്ഞു, ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞു. അതാണ് അസസ്മെന്റ്. സോ നെക്സ്റ്റ് എന്തായിരുന്നു? നമ്മള് അതുമായിട്ട് ബന്ധപ്പെട്ട 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, പ്രിലിംസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ദെൻ പിന്നെ വന്നത് മാൻഗ്രൂവ് എക്കോസിസ്റ്റം ആണ്. മാൻഗ്രൂവ്സിന്റെ ഇമ്പോർട്ടൻസ്, കോസ്റ്റൽ ഇക്കോളജി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ, സസ്റ്റെയിൻ ചെയ്യുന്നതിൽ മാൻഗ്രൂവ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. എന്തൊക്കെയായിരുന്നു? ഓക്കെ, സലൈൻ എക്കോസിസ്റ്റത്തിൽ വളരാൻ അഡാപ്റ്റീവ് ആയിട്ടുള്ള എല്ലാ മെക്കാനിസവും ഇതിനുണ്ട്. ഓക്കെ, ന്യൂമറ്റോഫോർസ്, അതായത് ബ്ലൈൻഡ് റൂട്ട്സ് ആണ്. പിന്നെന്താണ്? ഹാലോഫൈറ്റ്സ് ആണ്, സലൈൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രീച്ചേഴ്സ് ആണ്. പിന്നെന്താണ്? അതിന്റെ വിവിപാരിറ്റി, ഓക്കെ, സീഡിങ്, ജെർമിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. മെയിനായിട്ട് ഇതൊരു കോസ്റ്റൽ ഷീൽഡ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഈ സുനാമി പോലെയുള്ള വേവ്സിനെയും അതുപോലെയുള്ള ഡിസാസ്റ്റേഴ്സിനൊക്കെ തടഞ്ഞു വെക്കാനുള്ള ഒരു ബാരിയർ ആയിട്ട് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ ഒരു മാൻഗ്രൂവ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ സോയിൽ ഇറോഷൻ, എന്താ പറയാ, സ്പെസിഫിക് ആയിട്ട് പറയുന്നത് കോസ്റ്റൽ ഇറോഷനെ പ്രിവെന്റ് ചെയ്യുന്നു. അതാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ്, കോൺട്രിബ്യൂഷൻ. പിന്നെ എന്താ പറയാ, ഇത് വലിയൊരു ഇക്കോസിസ്റ്റമാണ്. ഒരുപാട് ആവാസ വ്യവസ്ഥകൾ, ഒരുപാട് ഫ്ലോറ ആൻഡ് ഫോണ അക്കമിന് ചെയ്യുന്നുണ്ട്. Then next question was regarding productivity, അല്ലെ? ഡിക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു UPSC പ്രിലിംസ്. മാംഗ്രൂവ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റീജിയൻസ് അല്ലെ ഇന്ത്യ എർത്ത്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള മാംഗ്രൂവ്സ് ആണ്, ഏറ്റവും കുറവ് വാസ്റ്റ് ആയിട്ടുള്ള ഓഷ്യൻസ് ആണ്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഏറ്റവും കുറവ്. സോ മാംഗ്രൂവ്, ഗ്രാസ് ലാൻഡ്സ്, ലൈക്സ്, ഓഷ്യൻസ് എന്ന ഒരു ഡിക്രീസിങ് ആസ്പെക്റ്റിൽ അങ്ങനെ വരും അല്ല ഓർഡറിൽ. മാംഗ്രൂവ്സ്, ഗ്രാസ് ലാൻഡ്സ്, ലൈക്സ്, ഏറ്റവും ലാസ്റ്റ് ആണ് ഓഷ്യൻസ് വരും. സോ അത് പ്രിലിംസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിലിപ്പൈൻസ് ആൻഡ് ഇന്തോനേഷ്യ, മേജർ ആർച്ചിപ്പെലാഗോസ് ഇൻ ദ വേൾഡ് ആണ്. സോ അതിന്റെയൊക്കെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു? സോ പസഫിക് ഓഷ്യനിലാണ് ഒരുപാട് കൺവേർജിങ് ബൗണ്ടറീസ്
ഉള്ള റീജിയനാണ്. ഓഷ്യാനിക് കൺവേർജൻസ് നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ടെക്ടോണിക്കലി വളരെ ആക്റ്റീവ് ആയിട്ടുള്ള റീജിയനാണ്. സബ്ഡക്ഷൻ സോൺ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാഗ്മ പുറത്തേക്ക് വരുന്നുണ്ട്. എർത്തുവേക്ക് പ്രോൺ റീജിയനാണ്. വോൾക്കാനിസം ഒരുപാട് ആക്ട് ചെയ്യുന്ന റീജിയനാണ്. ഇതൊക്കെ കാരണമാണ് അതുകൊണ്ടാണ് അവിടെ ഒരുപാട് പുതിയ ഐലൻഡ് ഫോർമേഷൻ നടക്കുന്നത്. ജപ്പാൻ, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്. സോ ജപ്പാന്റെ കാര്യം ഞാൻ എസ്പെഷ്യലി പറഞ്ഞു. എപ്പോഴും പുതിയ ഐലൻഡ്സ് വർഷങ്ങളോടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഒറോജെനിസിസ് അഥവാ മൗണ്ടൻ ബിൽഡിംഗ് എന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്തു. പസഫിക് റിംഗ് ഓഫ് ഫയർ അത് ഡിസ്കസ് ചെയ്തു. അടുത്തത് ഒരു സ്റ്റഡി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മാൻഡിൽ പ്ലൂമിനെ കുറിച്ചാണ്. മാൻഡിൽ പ്ലൂമിന്റെ സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? കോർ മാൻഡിൽ ബൗണ്ടറിയിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കോൺഡ്യൂട്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ബേസ് ഓഫ് ലിതോസ്ഫിയർ, ആസ്റ്റനോസ്ഫിയറിൽ എന്ത് ചെയ്യും? ഇത് സ്പ്രെഡ് ആവും. സ്പ്രെഡ് ചെയ്തിട്ട് ഒരു മഷ്റൂം ഷേപ്ഡ് ആയിട്ട് മാറും. അതിനെയാണ് ഹോട്ട് സ്പോട്ട് എന്ന് പറയുന്നത്. അല്ല, അത് വെളിയിലേക്ക് എത്തുമ്പോൾ അത് ഹോട്ട്സ്പോട്ട് ആയിട്ട് മാറാം, പിന്നെ ഫ്ലഡ് ബസാൾട്ട്സ് ആയിട്ട് മാറാം. ഓക്കെ, അങ്ങനെയുള്ള ഹോട്ട്സ്പോട്ട്സ് റീയൂണിയൻ, ഇപ്പോഴത്തെ റീയൂണിയൻ ഐലൻഡ്സ്, ഇന്ത്യൻ ഓഷ്യനിലെ റീയൂണിയൻ ഐലൻഡ്സിന്റെ ചേർന്ന് അടുത്തുള്ള ഹോട്ട്സ്പോട്ടിൽ നിന്നുമാണ് ഡെക്കാൻ ട്രാപ്സ് ഫോം ചെയ്തത്. ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റിലേക്ക് മൂവ് ചെയ്തത്. ഇൻ ബിറ്റ്വീൻ അങ്ങനെ സംഭവിച്ചിട്ടാണ് ഡെക്കാൻ ട്രാപ്സ് സംഭവിച്ചതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അതാണ് മാൻഡിൽ പ്ലൂമിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അതിന്റെ മാൻഡിൽ പ്ലേറ്റ് ടെക്ടോണിക്സിലെ റോൾസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെയുള്ള ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസ്, why are the world's fault mountain system located along the margins of continents? Bring out the association between global distribution of fault mountains and earthquakes and volcanoes. So continental convergence, ocean continental convergence എന്നിവ പ്രകാരമൊക്കെ എന്തുണ്ടാവും? ഫോൾട്ട് മൗണ്ടൻസ് ക്രിയേറ്റ് ആവും. സോ രണ്ടിനും ഉണ്ടാവുന്ന ഫോൾട്ട് മൗണ്ടൻസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. കോണ്ടിനെന്റ് കൺവേർജൻസ് ഉദാഹരണമായിരുന്നു ഹിമാലയൻ മൗണ്ടൻ. ഹിമാലയൻ മൗണ്ടൻസിൽ എർത്ത് പ്രോൺ ഏരിയ ആണ് അല്ലെ. നേപ്പെ, അതായത് സിങ്ക്രണൈസ്ഡ് അല്ലാത്ത എന്താണ് ഫോൾഡിങ് ഉണ്ടാവും അല്ലെ, അസിമെട്രിക് ഫോൾഡിങ് ഉണ്ടാവും, ഓവർ ഫോൾഡിങ് ഉണ്ടാവും, ഓവർ ത്രസ്റ്റ് ഉണ്ടായിട്ട് എന്ത് ചെയ്യും? വിട്ടുപോകും. സോ അവിടെ എപ്പോഴും ടെക്ടോണിക്കലി ആക്റ്റീവ് ആയിരിക്കും, ഫോൾട്ട് ക്രിയേറ്റഡ് ആവും. സോ അവിടെ എർത്ത് പ്രോൺ, അതായത് സീസ്മിക് പ്രോൺ ഏരിയ ആയിരിക്കും. അതേസമയം ഓഷ്യൻ കോണ്ടിനെന്റ് ബൗണ്ടറി, അതായത് എക്സാമ്പിൾ ആൻഡിസ് മൗണ്ടൻസ്, അവിടെയൊക്കെ ആകുമ്പോൾ എന്താണ് ഒരു പ്രത്യേകത? എർത്ത് ഉണ്ടാവും, അതോടൊപ്പം തന്നെ സബ്ഡക്ഷൻ സോൺ ഉണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യും? മെറ്റമോർഫൈസ്ഡ് റോക്സ് എന്ത് ചെയ്യും? മാഗ്മ ക്രിയേറ്റഡ് ആവും. മാഗ്മ എന്തെങ്കിലും ക്രാക്സ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരും ആ ഫോൾട്ട് മൗണ്ടൻസിന്റെ ഇടയിൽ. സോ അവിടെ എർത്ത് ക്വേക്കിന്റെ കൂടെ തന്നെ ആഡഡ് ഫീച്ചർ എന്താണ്? വോൾക്കാനിസം കൂടി ഉണ്ടാവും. ഓക്കെ, സോ അതാണ് എർത്ത് ക്വേക്സും വോൾക്കാനോസും ഫോൾട്ട് മൗണ്ടൻസും തമ്മിലുള്ള അസോസിയേഷൻ. സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ആയിരുന്നു. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയെ പറ്റി വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ തിയറി ഓഫ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്? ഡിസ്കസ് ദ പ്രോമിനന്റ് എവിഡൻസസ്. സോ ഒറിജിൻ ഓഫ് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന ബുക്കിലൂടെ ഇദ്ദേഹത്തിന്റെ ആൽഫ്രഡ് വാഗ്നറാണ് ഇതിന് ആധികാരികമായിട്ട് ഇങ്ങനൊരു തിയറി അവതരിപ്പിച്ചത്. ഓക്കെ, സോ അതിനു മുമ്പ് പല ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഹിന്റ്സ് ഒക്കെ പല സയന്റിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആധികാരികമായിട്ട് അവതരിപ്പിച്ചത് ആരായിരുന്നു? ആൽഫ്രഡ് വാഗ്നർ ആയിരുന്നു. സോ അദ്ദേഹം അതിനോട് അനുബന്ധിച്ചിട്ട് നമ്മൾ ജിയോളജിക്കൽ ടൈം സ്കെയിൽ, എർത്തിന്റെ ജിയോളജിക്കൽ ടൈം സ്കെയിൽസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു? ഡിക്രീസിങ് ഓർഡറിൽ എന്താണ്? ഇയോൺസ്, എറ, പീരിയഡ്, എപ്പോച്ച്. സോ നമ്മളിപ്പോൾ ഉള്ളത് സൈനോസോയിക് എന്ന ഈ എറയിലാണ്, ക്വാട്ടേണറി എന്ന പീരീഡിലാണ്. എപ്പോച്ച് ഏതാ വരുന്നത്? ഹോളോസീൻ. സോ ഇദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം എന്താണ്? പാൻജിയ അല്ലെ, പാൻജിയ എന്നൊരു സൂപ്പർ കോണ്ടിനെന്റ് ഉണ്ടായിരുന്നു. അതിന് ചുറ്റും ഒരു മെഗാ ഓഷ്യൻ പാന്തലാസ ഉണ്ടായിരുന്നു. മെസസോയിക് എറ അറൌണ്ട് 200 മില്യൺ ഇയേഴ്സ് അഗോ എന്ത് സംഭവിച്ചു? സ്പ്ലിറ്റിംഗ് സംഭവിക്കുന്നു. സോ യൂറേഷ്യ എന്താണ് ലോറേഷ്യ ആൻഡ് ഗോണ്ടോണ ലാൻഡ് എന്നിങ്ങനെ രണ്ടായിട്ട് മാറി. പിന്നെ അതിൽ നിന്നും വിട്ടുപോകുന്ന പല ഭൂഖണ്ഡങ്ങളായി പല കോണ്ടിനെന്റ്സ് ആയിട്ട് മാറി ഇപ്പോഴത്തെ ഒരു ഫോർമേഷനിലേക്ക് എത്തി എന്നതാണ്. അതിന് കാരണമായിട്ട് എന്താണ് പറയുന്നത്? റീസൺസ് പറഞ്ഞത് മെയിനായിട്ട് ടൈഡൽ ഫോഴ്സ്, പിന്നെ ടൈഡൽ കറൻസ്, പോൾ ഫ്ലീയിങ് ഫോഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് എവിഡൻസസ് കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. അതൊരു ഡ്രോബാക്ക് ആയിരുന്നു. പിന്നെ ഓഷ്യൻസിനെ കാര്യമായിട്ട് കൺസിഡർ ചെയ്തില്ല ഈ ഒരു ഡ്രിഫ്റ്റ് തിയറി പറയുമ്പോൾ ഈ ഫോർമേഷന്റെ കാര്യത്തിൽ.
ദെൻ എവിഡൻസസ് ആയിട്ട് പറഞ്ഞത് ജിഗ്സോഫിറ്റ് ആയിരുന്നു, സൗത്ത് അമേരിക്ക ആൻഡ് ആഫ്രിക്ക എക്സാമ്പിൾ. ദെൻ ടിലൈറ്റ് അഥവാ ഗ്ലേഷ്യൽ സെഡിമെന്റ് ഡെപ്പോസിറ്റ്സ് കണ്ടെത്തിയത്, 6 ലാൻഡ് മാസസ് അറൌണ്ട് ദ എർത്ത് കണ്ടുപിടി. പിന്നെ റോക്സ് ഓഫ് സെയിം ഏജസ് അക്രോസ് ദ ഓഷ്യൻസ്, ഒരേ ഏജിലുള്ള റോക്സിന്റെ ഫോർമേഷൻ ആണ് അക്രോസ് ദ ഓഷ്യൻ ഡിഫറെന്റ് ലാൻഡ് മാസസിൽ കണ്ടെത്താൻ സാധിച്ചത്. ഇതും വൺസ് അപ്പോൺ ടൈം ദേ വർ എ സിംഗിൾ ലാൻഡ് മാസ് എന്ന് അസ്യൂം ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് ഇദ്ദേഹം പറയുന്നു. ദെൻ ഫോസിൽ ഡെപ്പോസിറ്റ്സ് എന്നിവയൊക്കെയാണ് കാരണം. പ്ലേസർ ഡെപ്പോസിറ്റ്സ്, സോഴ്സ് റോക്ക് ഇല്ലാതെ പ്ലേസർ ഡെപ്പോസിറ്റ് ആയിട്ട് ഗാന കോസ്റ്റിലൊക്കെ എന്താണ് ഗോൾഡിന്റെ പ്ലേസർ ഡെപ്പോസിറ്റ് കാണുന്നു. അതിന്റെ സോഴ്സ് റീജിയൻ എവിടെയാണ് കാണപ്പെടുന്നത്? ബ്രസീലിലാണ് കാണപ്പെടുന്നത്. ഇതെല്ലാം ഒരിക്കൽ ഒരു സിംഗിൾ കോണ്ടിനെന്റ് ആയിരുന്നു എന്നതിനുള്ള തെളിവായിട്ട് ഇദ്ദേഹം പറയുന്നു. 10th ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, there is no formation of delta by west flowing rivers of western Ghats. എന്താണ് കാരണം എന്നാണ് ചോദ്യം. There is no formation of deltas by west flowing river of western Ghats. So സ്ക്രീൻ കാണാലോ. എന്തായിരിക്കും കാരണം? There is no formation of delta by west flowing rivers of western Ghats. ഇത് പറയുമ്പോൾ നമ്മൾ ഹിമാലയയുടെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഹിമാലയയുടെ നോർത്തേൺ സ്ലോപ്പ് എന്താണ് ജെന്റിൽ സ്ലോപ്പാണ്, മറിച്ച് സതേൺ സ്ലോപ്പ് വളരെ സ്റ്റീപ്പാണ്. അതാണ് ലാൻഡ് സ്ലൈഡ്സ് വളരെ ഡീപ്പായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ അനുഭവപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു. ഇവിടെ നോക്കിയേ, ഇത് വെസ്റ്റേൺ ഗഡ്സ് ആണ്. വെസ്റ്റേൺ ഗഡ്സിന്റെ ഈസ്റ്റേൺ സൈഡ് ഒരു ജെന്റിൽ സ്ലോപ്പ് ആയിരുന്നു. തമിഴ്നാട് സൈഡ് ഇപ്പോൾ നമ്മുടെ കാര്യം നോക്കുന്നത് മീഡിയം സീ ലെവലിൽ നിന്നും നോക്കുമ്പോൾ വളരെ ജെന്റിൽ ആയിട്ടുള്ള ഒരു സ്ലോപ്പാണ് പോകുന്നത്. മാത്രമല്ല റിവേഴ്സിന് വളരെ ദൂരം യാത്ര ചെയ്യാനുള്ള ട്രാവൽ ചെയ്യാനുള്ള കോഴ്സ് ഓഫ് എന്താണ് റിവർ വളരെ ലെങ്തിയാണ് കമ്പയർഡ് ടു വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. സോ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് സംഭവിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറും അല്ലെ ഫ്ലോയിങ്ങിൽ. അത് നല്ല സ്പീഡിലായിരിക്കും. ഈ ഒരു സ്റ്റീപ്പ് ഗ്രേഡിയന്റ് ആയതുകൊണ്ട് ആ കൈനറ്റിക് എനർജി വളരെ കൂടുതലായിരിക്കും. സോ വളരെ സ്പീഡിലാണ് ഇതിന്റെ ഫ്ലോ. രണ്ടാമത് കോമൺ ആയിട്ട് പറയാവുന്ന ഒരു കാര്യം, ഇതിന് ഹാർഡ് റോക്സ് ആയതുകൊണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള റോക്കാണ്, സെഡിമെന്ററി റോക്ക് അല്ല, ഹാർഡ് റോക്സ് ആണ്. അതുകൊണ്ട് തന്നെ സെഡിമെന്റ്സ്, സിൽട്ട് എന്നിവയുടെയൊക്കെ കണ്ടന്റ് വളരെ എന്തായിരിക്കും? കുറവായിരിക്കും. കോഴ്സ് ഓഫ് റിവർ എന്താണ്? റിവർ ലെങ്ത് വളരെ ചെറുതാണ്. ബിക്കോസ് വെസ്റ്റേൺ കോസ്റ്റൽ റീജിയൻ എന്താണ്? വളരെ നെയറോ ആണ് അല്ലെ വെസ്റ്റേൺ ഗഡ്സിന്, അറിയാലോ. സോ വളരെ ചെറിയ ഏരിയയിലൂടെ എന്തെങ്കിലും ഇതിന് ഒഴുകാൻ കഴിയുന്നത്. സോ ഇതൊക്കെയാണ് ഇതിന്റെ മേജർ റീസൺസ് എന്ത് ഈ ഒരു വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഡെൽറ്റ ഫോം ചെയ്യാത്തത്. ഓക്കെ, പിന്നെ സബ്മേർജിങ് എന്താ പറയുക കോസ്റ്റും എമർജിങ് കോസ്റ്റും നമുക്കറിയാം ഇപ്പോഴുള്ള. സോ അതെന്താണ് ഇത്രയും ഫോഴ്സിൽ വന്ന് വീഴുമ്പോൾ ഇതിന് ഈ ഒരു ഉള്ള സെഡിമെന്റ്സിന് തന്നെ, സെഡിമെന്റ്സ് ഓൾറെഡി കുറവാണ്, ആ സെഡിമെന്റ്സിന് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവിടെ ഒന്ന് ഡെപ്പോസിറ്റഡ് ആവാൻ കഴിയുന്നില്ല. അതെന്താണ്? സ്കാറ്റേർഡ് ആയി പോവാണ്. സോ ഇവിടെ എന്താണ് ഡെൽറ്റ ഫോർമേഷന് പകരം എന്താണ് ഉണ്ടാവുന്നത്? എസ്റ്റുറീസ് ആണ് ഉണ്ടാവുന്നത് അല്ലെ, എസ്റ്റുറി ഫോർമേഷൻ ആണ് ഉണ്ടാവുന്നത്. സോ അതാണ് ഇതിന്റെ ആൻസർ. സോ എങ്ങനെ എഴുതാം നമുക്ക്? സോ എന്താണ് വെസ്റ്റേൺ ഗഡ്സിന്റെ വെസ്റ്റ് സൈഡ് എന്താണ്? വളരെ സ്റ്റീപ്പാണ്. സോ ഇതിന്റെ ആൻസർ, സോ ഡെൽറ്റ ഫോർമേഷൻ, ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഡെൽറ്റ എന്ന് വെച്ചാൽ വെൻ റീച്ചസ് എ ലേക്ക് ഓർ സീ, മൗത്ത് ഓഫ് റിവർ അല്ലെ, മൗത്ത് ഓഫ് റിവർ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ടഡ് വേരിയസ് ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് സ്പ്രെഡ് ആവും. സോ ഇതിന്റെ സെഡിമെന്റ്സ് ഒക്കെ ഇങ്ങനെ ഫിൽ ആയിട്ട് ഒരുപാട് ചാലുകളായിട്ട് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് മാറും. അങ്ങനെയാണ് എന്ത് വലിയൊരു ലാൻഡ് ഫോംസ് ആയിട്ട് മാറും. സോ അതിന് ഡെൽറ്റ എന്ന് പറയും. എസ്റ്റുറി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പാർഷ്യലി എൻക്ലോസ്ഡ് ബോഡി ഓഫ് വാട്ടർ along the coast where fresh water from rivers and streams meets and mixes with the salt water from the ocean. സോ നമുക്കറിയാം എസ്റ്റുറീസിൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി വളരെ വളരെ കൂടുതലുള്ള ഏരിയാസ് ആണ് ഏത്? എസ്റ്റുറീസ്. ഓക്കെ, സോ എന്താണ് ഇതിന് റീസൺ? നമ്മൾ പറഞ്ഞു എസ്റ്റുറീസ് ഫോർമേഷൻ ഉണ്ടാവുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു മൗണ്ടൈനസ് റോക്സ് ആണ്, വളരെ ഹാർഡ് റോക്സിലൂടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ജേണി, റിവേഴ്സിന്റെ ജേണി. സോ ദ കണ്ടന്റ് ഓഫ് സെഡിമെന്റ്, കണ്ടന്റ് ഓഫ് സിൽട്ട് കണ്ടന്റ് ഈസ് വെരി വെരി ലെസ്. രണ്ടാമത് എന്താണ്? വളരെ ചെറിയ ഏരിയ ആയിരുന്നു. വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിന് കോഴ്സ് ഓഫ് റിവർ, ലെങ്ത് ഓഫ് റിവർ ഈസ് വെരി ഷോർട്ട്. അതുകൊണ്ടും എന്താണ് ഈ ഒരു ക്യാരിങ് കപ്പാസിറ്റി എന്താണ് ലെങ്ത് കൂടുന്നതോറും സെഡിമെന്റ്സിന്റെ കണ്ടന്റ് കൂടുതലായി കിട്ടിയത്.
പക്ഷെ അതും ലെങ്ത് കുറവായതുകൊണ്ടാണ് അവിടെയും സെഡിമെന്റിന്റെ കണ്ടന്റ് കുറവാണ്. ദെൻ എന്താണ് പെരിനിയൽ അല്ല അല്ലെ, കമ്പയർഡ് ടു ഹിമാലയൻ റിവേഴ്സ്. എന്താണ് ഹിമാലയൻ റിവേഴ്സ് സമ്മറിലാണെങ്കിൽ സ്നോ മെൽറ്റിംഗ് ഉണ്ടാവും, ഐസ് മെൽറ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ മൺസൂൺ ടൈമിലാണെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്താണ് പെരിനിയൽ അല്ല അല്ലെ, സീസണൽ റിവേഴ്സ് ആണ് കൂടുതൽ. അതും ഒരു റീസൺ ആണ് എന്ന് പറയാം. ദെൻ രണ്ടാമത്തത് ഹൈ ഗ്രേഡിയന്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹൈ ഗ്രേഡിയന്റ് ആണ് വെസ്റ്റേൺ സൈഡ് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ്. വേറസ് ഈസ്റ്റേൺ സൈഡ് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ് എന്താണ് വളരെ ജെന്റിൽ ആയിട്ടുള്ള സ്ലോപ്പാണ്. സോ കൃഷ്ണ, ഗോദാവരി അങ്ങനെയുള്ള ഇങ്ങോട്ട് ഒഴുകുന്ന എന്താണ് റിവേഴ്സ് ഒക്കെ, ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഒക്കെ ഡെൽറ്റ ഫോം ചെയ്യുന്നുണ്ട് അതേസമയം. സോ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൻസർ. സോ മേജർ ആയിട്ടുള്ള വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഏതൊക്കെയാണ്? നർമ്മദ ആൻഡ് താപി രണ്ടും എന്താണ് എസ്റ്ററി ഫോർമേഷൻ ആണ് ചെയ്യുന്നത്, ഡെൽറ്റ ഫോർമേഷൻ അല്ലല്ലോ. ദെൻ മഹി റിവർ, സബർമതി, ടവ, ശരാവതി, ലൂണി എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് പറയാം റിവേഴ്സ്. സോ മുമ്പ് UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നർമ്മദ റിവർ ഫ്ലോസ് ടു ദ വെസ്റ്റ് while most other large peninsular rivers flow to the east. എന്താണ് കാരണം? നർമ്മദ റിവർ എന്തുകൊണ്ടാണ് വെസ്റ്റിലോട്ട് ഒഴുകുന്നത്? while most large peninsular rivers flow to the east. നമുക്കറിയാം അമർകണ്ടക് പ്ലാറ്റോയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. സോ എന്തുകൊണ്ടായിരിക്കും അത് വെസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നത്, ഈസ്റ്റേർഡിലേക്ക് ഫ്ലോ ചെയ്യാതെ? നാച്ചുറൽ ഒരു എലിവേഷൻ ഇങ്ങോട്ടേക്ക് ആണെങ്കിലും ഒഴുകുന്നത് ഇങ്ങോട്ടേക്കാണ്. എന്തുകൊണ്ടാണ്? അതിന് 3 സ്റ്റേറ്റ്മെന്റ് തന്നത് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടതായിരിക്കാം. ഇറ്റ് ഓക്യുപ്പൈസ് എ ലീനിയർ റിഫ്റ്റ് വാലി, ഇറ്റ് ഫ്ലോസ് ബിറ്റ്വീൻ വിന്ധ്യാസ് ആൻഡ് സത്പുരാസ്, ദ ലാൻഡ് സ്ലോപ്സ് ടു ദ വെസ്റ്റ് ഫ്രം സെൻട്രൽ ഇന്ത്യ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലാൻഡ് സ്ലോപ്സ് ടു ദ വെസ്റ്റ് അല്ല, സെൻട്രൽ ഇന്ത്യയിൽ നിന്ന് ഈസ്റ്റ് വേർഡാണ് ശരിക്കും സ്ലോപ്പ് ഉള്ളത്. എന്നിട്ടും ഇത് ഇങ്ങോട്ട് ഒഴുകുന്നത് എന്താണെന്ന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തായാലും കട്ട് ചെയ്യാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഫ്ലോസ് ബിറ്റ്വീൻ വിന്ധ്യാസ് ആൻഡ് സത്പുര, വിന്ധ്യയുടെയും സത്പുരയും ഇടയിലൂടെ ഒഴുകുന്നു എന്നതുകൊണ്ടാണോ ഇതുള്ളത്? പക്ഷെ ഇതിന്റെ റീസൺ ഇതാണ്, അതിന്റെ വിന്ധ്യയുടെയും സത്പുരയുടെയും ഇടയിലൂടെയാണ് ഇത് ഒഴുകുന്നത്, അത് സത്യമാണ്. പക്ഷെ അതുകൊണ്ടാണ് ഇത് വെസ്റ്റിലോട്ട് ഒഴുകുന്നത്. റീസൺ എന്താണെന്നാണ് ചോദിച്ചത്. സോ ഇതിന്റെ ആൻസർ ഫസ്റ്റ് ആണ്, ഫസ്റ്റ് വൺ ഓൺലി ആണ്. ഇറ്റ് ഓക്യുപ്പൈസ് എ ലീനിയർ റിഫ്റ്റ് വാലി. റിഫ്റ്റ് വാലിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നദി ഒഴുകുന്നത്. സോ അതെന്താണ്, അതിന് വേറെ ഓപ്ഷൻ ഇല്ല, അത് ആ റിഫ്റ്റ് വാലിയുടെ ആ ഒരു കോഴ്സ് അതിനനുസരിച്ചാണ് അത് എന്തെന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നർമ്മദ റിവർ വെസ്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നത് എന്നാണ് അതിന്റെ ആൻസർ. ഓക്കെ, സോ നർമ്മദ റിവറിന്റെ കുറച്ച് ഫാക്ട്സ് നമുക്ക് പറയാം. നർമ്മദ 1310 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ എന്തുള്ളത്, നർമ്മദയുടെ ലെങ്ത് ഉള്ളത്, റിവറിന്റെ ലെങ്ത്. റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്നത് പറഞ്ഞു, വിന്ധ്യയുടെയും സത്പുരയുടെയും ഇടയിലൂടെയാണ് ഒഴുകുന്നത്. ഓക്കെ, പിന്നെ ഇറ്റ് റൈസസ് ഫ്രം സോഴ്സ് എവിടെയാണ്? അമർകണ്ടകാണ് അല്ലെ, മധ്യപ്രദേശിലെ അമർകണ്ടകിലാണ് മൈക്കല റേഞ്ച്. അമർകണ്ടകിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സഹസ്രധാര ഫോൾസ് എവിടെയാണ്? ഇതിന്റെ നർമ്മദയുടെ ഫോഴ്സിലാണ് വരുന്നത്, സഹസ്രധാര ഫോൾസ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേജർ ഹോട്ട് ഡെസേർട്സ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആർ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 20 to 30 degree north and on the western side of the continents. എന്തുകൊണ്ടായിരിക്കും കാരണം? Major hot deserts of northern hemisphere are located between 20 degree to 30 degree north latitude and on the western side of the continents. സാറ് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഇത് ക്വസ്റ്റ്യൻ എന്തായാലും ഡിസ്കസ് ചെയ്യാതിരിക്കില്ല. എന്തായാലും ഡിസ്കസ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്ലാസ്സിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. UPSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും റീസൺ? ഇനിപ്പടി സോ മേജർ ഡെസേർട്സ് എന്തൊക്കെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലെ മേജർ ഡെസേർട്സ് ഏതൊക്കെയാണ്? അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? സോ ഒന്ന് സ്ക്രീൻ നോക്കിയേ. സോ ഇതാണ് വെസ്റ്റേൺ സൈഡ് അല്ലേ, അറ്റക്കാമ ഡെസേർട്ട്, പിന്നെ അറേബ്യൻ ഡെസേർട്ട്, സഹാറ, പിന്നെ കാലഹാരി, നമീബ് ഡെസേർട്ട്, താർ ഡെസേർട്ട്. അങ്ങനെ വരുമ്പോൾ വെസ്റ്റേൺ സൈഡ്സിലും 20 to 30 ഡിഗ്രീസിലാണ് കൂടുതൽ അല്ലെ, കൂടുതൽ മേജർ ആയിട്ടുള്ള ഡെസേർട്സ് ഉള്ളതെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. എന്തായിരിക്കും അതിന് കാരണം? ഡെസേർട്ട് ഫോർമേഷൻ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡെസേർട്ട് എന്നതിനെ, ഒരു റീജിയനെ ഡെസേർട്ട് എന്ന് വിളിക്കുമ്പോൾ ജോഗ്രഫിക്കലി നമ്മൾ അതിന് എന്താ ഡെഫിനിഷൻ പറയാം? സിമ്പിൾ ആയിട്ട് പ്രസിപ്പിറ്റേഷൻ ഇല്ലാന്നാണ് പറയാ, അല്ലെങ്കിൽ ഹൈ ഇവാപ്പറേഷൻ നടക്കുന്ന സ്ഥലമാണെന്നോ? എന്തായിരിക്കും പറയാം? എന്താണ് പറയാം?
ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡെസേർട്ടിന് ഒരു നമ്മളൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ precipitation ഇല്ലാന്നല്ല. എന്താണ് പറയുക? ഇവാപ്പറേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ precipitation അല്ലേ? പ്രസിപ്പിറ്റേഷന്റെ എത്രയോ അധികമാണ് ഇവാപ്പറേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒരു റീജിയൻ എന്താവുന്നത് ഡെസേർട്ട്സ് ആയി മാറാനുള്ള പ്രൈമറി റീസൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? ഇവാപ്പറേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ് precipitation എന്നതാണ് ഒരു റീസൺ. സോ ഇവിടെ precipitation ലെസ് ദാൻ 15 cm. ഓക്കെ, അങ്ങനെ പറയാം. ഓക്കെ ഓക്കെ, ജനറലി പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ? ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഈ 20-30 ഡിഗ്രീന്റെ ഇടയിലും മാത്രമല്ല ഒരു കോണ്ടിനെന്റ്സിന്റെയും ലാൻഡ് മാസിന്റെയും വെസ്റ്റേൺ സൈഡിലും വരാൻ കാരണം? സോ വെസ്റ്റേൺ സൈഡിൽ വരുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് കാരണം എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ജനറൽ ആയിട്ട് ആരിഡ് കണ്ടീഷൻ വരാനുള്ള കാരണം ഇവാപ്പറേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ precipitation എന്നതാണ് ഒരു പ്രൈമറി ജനറൽ ആയിട്ട് നമുക്കൊരു ക്രൈറ്റീരിയ ആയിട്ട് പറയാവുന്നത് ഒരു ഡെസേർട്ട് ഫോർമേഷൻ. സോ ഡെസേർട്ട്സ് ആർ ക്രിയേറ്റഡ് ഡ്യൂ ടു ആരിഡ് കണ്ടീഷൻസ് ബിക്കോസ് ഓഫ് ദ lack of moisture content കുറവാണ്. It is accelerated by intense heating. Okay, so between 20 to 30 degree എന്താണ് നമുക്ക് വിൻഡ് സിസ്റ്റം, ഗ്ലോബൽ പ്ലാനറ്ററി വിൻഡ് സിസ്റ്റം, ട്രേഡ് വിൻഡ്സ്, വെസ്റ്റർലീസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലേ? സോ 20 to 30 ഡിഗ്രി അവിടെയൊക്കെ എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? 30 ഡിഗ്രി വരെ ട്രേഡ് വിൻഡ്സ് ഉണ്ട് അല്ലേ, ഈസ്റ്റർലീസ് ഉണ്ട് അല്ലേ? സോ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഇക്വട്ടോറിയൽ ലോ പ്രഷർ, അത് കഴിഞ്ഞിട്ട് എന്താണ് 30 ഡിഗ്രി വരെ നമുക്ക് എന്ത് പറയാം? ട്രേഡ് വിൻഡ്സ് ഉണ്ട്. ട്രേഡ് വിൻഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ സബ് ട്രോപ്പിക്കൽ STHP ആണ് അല്ലെ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ആണ്. അത് കഴിഞ്ഞ് എന്താണ് വെസ്റ്റർലീസ് പോകുന്നുണ്ട്, പിന്നെ പോളാർ ഈസ്റ്റർലീസ്, അങ്ങനെ പോകുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വെസ്റ്റേൺ സൈഡ് ഓഫ് ദ കോണ്ടിനെന്റ്സ് ആവാൻ കാരണം അതെന്താണ്? ഓഫ് ഷോർ ട്രേഡ് വിൻഡ്സ് ആണ്. നമുക്കറിയാം ഓൺഷോർ വിൻഡ്സ് ആകുമ്പോഴാണ് നമുക്ക് മോയ്സ്ചർ കണ്ടന്റ്, ഓഷ്യനിൽ നിന്നും മോയ്സ്ചർ കണ്ടന്റോട് കൂടി ലാൻഡിലേക്ക്, കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റിനാണ് എന്ന് പറയാം ഓൺഷോർ വിൻഡ് എന്ന് പറയും. ഓഫ് ഷോർ എന്ന് വെച്ചാൽ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നതാണ്. സോ കരയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന കാറ്റിന് എന്താ പ്രശ്നം വരിക? മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവില്ല, മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ വളരെ വളരെ കുറവായിരിക്കും. സോ ഓഫ് ഷോർ ട്രേഡ് വിൻഡ്സിന്റെ ആണ് ഒന്നാമത്തെ കാരണം. സോ ഓഫ് ഷോർ ട്രേഡ് വിൻഡ്സ് ഇൻ ദ റീജിയൻ. പിന്നെ അതിനോട് അനുബന്ധമായിട്ട് എന്താ പറയുക, അറ്റക്കാമ ഡെസേർട്സിനൊക്കെ ഏറ്റവും ഡ്രയസ്റ്റ് ഡെസേർട്ട് ഇൻ ദ വേൾഡ് ആണ് അല്ലെ? ലെസ് ദാൻ 2 cm ഒക്കെയാണ് അവിടെ precipitation ലഭിക്കുന്നത് വർഷം. ഓക്കെ, എന്തായിരിക്കും കാരണം? റെയിൻ ഷാഡോ റീജിയൻ കൂടിയാണ് അല്ലെ? റെയിൻ ഷാഡോ റീജിയൻ കൂടിയാണ് ഈ ഒരു ഏരിയ ഉള്ളത്. സോ അതും ഒരു റീസൺ ആയിട്ട് പറയാം. റെയിൻ ഷാഡോ റീജിയൻ, ഓഫ് ഷോർ ട്രേഡ് വിൻഡ്സ്, റെയിൻ ഷാഡോ റീജിയൻ. ദെൻ പിന്നെന്താണ് രണ്ടാമത്തെ കാരണം? ലോ പ്രഷർ റീജിയൻ ആണ് നമ്മുടെ ഇക്വട്ടോറിയൽ റീജിയൻ ഒക്കെ അല്ലെ? സോ ഇക്വട്ടോറിയലിലാണ് ലോ പ്രഷർ ആണ്. സോ എല്ലാം എന്ത് ചെയ്യും? എയറൊക്കെ അവിടെ കൺവേർട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോകും അല്ലെ? മുകളിലോട്ട് പോകും. സോ കൺവെക്ഷൻ നടക്കും. സോ അപ്രൈസിങ് ആണ് അല്ലെ? അവിടെ അപ്രൈസിങ് ആകുമ്പോൾ അവിടെ എന്താണ്? ലോ പ്രഷർ റീജിയൻ ആണ്. ലോ പ്രഷർ ആകുമ്പോൾ ഹൈ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള മുകളിൽ അവിടെ ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാവും, നല്ല പ്രസിപ്പിറ്റേഷൻ ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. അതേസമയം ഈ ഒരു റീജിയൻ എന്തായിരിക്കും? ആന്റി സൈക്ലോണിക് കണ്ടീഷൻ ആയിരിക്കും. ആന്റി സൈക്ലോണിക് കണ്ടീഷൻ. കാരണം ഇക്വട്ടോറിൽ നിന്ന് വിട്ടിട്ട് 20 to 30 ഡിഗ്രി എത്തുമ്പോഴേക്കും ഹൈ പ്രഷർ റീജിയനിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ എന്താണ്? ഡൈവേർജൻസ് ആണ് അല്ലെ? കൺവേർജൻസ് അല്ലല്ലോ. അവിടെ നിന്ന് മുകളിൽ നിന്നും എയർ താഴോട്ടേക്ക് ഡിസെൻഡിങ് എയർ ആണ് വരുന്നത്. സോ മോയ്സ്ചർ ഉള്ള എയർ മുകളിലോട്ട് അസെൻഡ് ചെയ്ത് പോയിട്ട് ക്ലൗഡ് ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടാവുന്നില്ല. ആന്റി സൈക്ലോണിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഹൈ പ്രഷർ റീജിയൻസ് ആണ് ഈ റീജിയൻസ് ജനറൽ. സോ അതും എന്താണ്? ഒരു റീസൺ ആയിട്ട് പറയാം. എന്ത്? ഈ ഒരു റീജിയനിൽ എന്ത് പറയുന്നത്? ആന്റി സൈക്ലോണിക് കണ്ടീഷൻ വരുന്നത്. സോ അഡേബാറ്റിക് ഡിസെൻഡിങ് ആകുമ്പോൾ എന്താണ്? അഡേബാറ്റിക് ഹീറ്റിംഗ് നടക്കും അല്ലെ? മുകളിലോട്ട് പോകുമ്പോൾ അഡേബാറ്റിക് എക്സ്പാൻഷൻ ആണ്. താഴോട്ട് വരുമ്പോൾ ഡിസെൻഡിങ് വന്നു അഡേബാറ്റിക് ഹീറ്റിംഗ് ആണ്. ഓക്കെ, സോ രണ്ടാമത് നമ്മൾ ഓൾറെഡി പറഞ്ഞു റെയിൻ ഷാഡോ റീജിയൻ അഥവാ ലീവാർഡ് സൈഡ് ഓഫ് ദ മൗണ്ടെയിൻസ്. പാരലൽ മൗണ്ടൻ റേഞ്ചസ്, ലീവാർഡ് സൈഡ്സ് ഓഫ് മൗണ്ടെയിൻസ്. മൗണ്ടെയിൻസിന്റെ ലീവാർഡ് സൈഡ് ആണ് അല്ലെ? ലീവാർഡ് സൈഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ മഴ ലഭിക്കില്ല. ഓക്കെ, സോ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അറ്റഗാമ പറയാം. പിന്നെ താർ ഡെസേർട്ട് ഇതിന്റെ ആരവല്ലിസ് എന്താണ്? അതിന് പാരലായിട്ട് നിൽക്കുന്നത് ഇതിന്, അതുകൊണ്ട് തന്നെ തടഞ്ഞു നിൽക്കുന്നത്. സോ പ്രസൻസ് ഓഫ് കോൾഡ്
ഓഷ്യൻ കറൻസ് അല്ലേ? പെറു കറണ്ട് എക്സാമ്പിൾ എന്താണ്? കോൾഡ് കറണ്ട് ആണ് അല്ലേ? കോൾഡ് ഓഷ്യൻ കറൻസ് ആണ് പോകുന്നതെങ്കിൽ അവിടെ എന്താണ്? അതിന്റെ ആ കടലിന് മുകളിൽ മോയ്സ്ചർ കണ്ടന്റ് കുറവായിരിക്കും. കാറ്റ് വീശുമ്പോഴും എന്തുണ്ടാവില്ല, മോയ്സ്ചർ കുറവായിരിക്കും. സോ മോയ്സ്ചർ കണ്ടന്റ് കുറവുകൊണ്ട് തന്നെ പ്രസിപ്പിറ്റേഷൻ കാണുന്നത്. അതുകൊണ്ടാണ് എൽനിനോ ഉണ്ടാകുമ്പോൾ എന്താണ്, ഈ കോൾഡ് ഓഷ്യൻ കറണ്ട് മാറിയിട്ട് അവിടെ വാം കറണ്ട് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അപ്വെല്ലിങ് സംഭവിച്ചിട്ട് വാം കറണ്ട് വരുമ്പോൾ അവിടെ എന്തെങ്കിലും മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്, അവിടെ മഴ ലഭിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്തൊക്കെ റീസൺസ് നമ്മൾ പറഞ്ഞു? ഓഫ് ഷോർ ട്രേഡ് വിൻസ് ഒന്നാമത്തെ കാരണം. ഓക്കെ, ഡ്രൈ എയർ ആയിരിക്കും. ആന്റി സൈക്ലോണിക് കണ്ടീഷൻസ്, ഇക്വട്ടോറിയൽ ലോ പ്രഷറിൽ നിന്നും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിലേക്ക് പോവുകയാണ്. സോ ആന്റി സൈക്ലോണിക് എന്ന് വെച്ചാൽ സൈക്ലോൺ എന്ന് വെച്ചാൽ ലോ പ്രഷർ റീജിയൻ ആണ്, ആന്റി സൈക്ലോൺ എന്ന് വെച്ചാൽ ഹൈ പ്രഷർ റീജിയൻ ആണ് അല്ലേ? സോ ആന്റി സൈക്ലോണിക് കണ്ടീഷൻസ് എന്ന് നമുക്ക് പറയാം. ദെൻ എന്താണ് കാരണം? റെയിൻ ഷാഡോ റീജിയൻസ് അഥവാ ലീവാർഡ് സൈഡ് ഓഫ് മൗണ്ടെയ്ൻസ്. പിന്നെ കോൾഡ് കോൾഡ് ഓഷ്യൻ കറൻസിന്റെ പ്രസൻസ്, എക്സാമ്പിൾ പെറു കറണ്ട്. ഇത്രയാണ് മേജർ ആയിട്ടുള്ള റീസൺസ് ഡെസേർട്ട് ഫോർമേഷൻ. ഓക്കെ, ദെൻ വേറെ ഇത്രയേ ഉള്ളൂ മേജർ ആയിട്ട് റീസൺസ്. ഡെസേർട്ട് ഫോർമേഷന് എന്തൊക്കെ ഉണ്ടാവും? ഈ കാരണങ്ങൾ ഒന്നും ഇല്ലാതെയും ഡെസേർട്ട് ഫോർമേഷനിൽ വേറൊരു റീസൺ എന്താണ്? കോണ്ടിനെന്റാലിറ്റി ഒരു റീസൺ ആണ് അല്ലേ? കോണ്ടിനെന്റാലിറ്റി, ഈ കോണ്ടിനെന്റ്സിന്റെ ഒക്കെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഒരു എക്സ്ട്രീം ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കും കോണ്ടിനെന്റാലിറ്റി. എക്സാമ്പിൾ എന്താണ്? ഗോബി ഡെസേർട്സ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രസൻസ് ഓഫ് കോൾഡ് കറണ്ട്. ഓക്കെ, ഒന്ന് പറഞ്ഞ എന്തൊക്കെയാണ് റീസൺസ് ഈ ഒരു എന്താ പറയാ ഡെസേർട്ട് ഫോർമേഷനിലെ? ഷെയർ സ്ക്രീൻ തരാം. ഓക്കെ, കാണാലോ. ഓക്കെ, നമ്മുടെ മേജർ ആയിട്ടുള്ള പ്രിവെയിലിംഗ് വിൻഡ്സ് നമ്മൾ കണ്ടു. ഇക്വട്ടോറിയൽ ലോ പ്രഷർ കാണാൻ പറ്റുന്നല്ലോ, ഡോൾഡ്രംസ് അല്ലേ? ഇക്വട്ടോറിയൽ ലോ പ്രഷർ അഥവാ ഡോൾഡ്രംസ് അവിടെയാണ് കാണപ്പെടുന്നത്. സോ അതിന്റെ രണ്ട് സൈഡിലായിട്ട് എന്താണ്? നോർത്ത് ട്രേഡ് വിൻഡ്സും സദേൺ ട്രേഡ് വിൻഡ്സും. ട്രേഡ് വിൻഡ്സ് അറൌണ്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ല, കുറച്ച് അങ്ങോട്ട് പോകുന്നത് 30 ഡിഗ്രി വരെ പോകും അല്ലെ? 30-35 ഡിഗ്രിയാണ് നമുക്ക് എന്ത് വരുന്നത്? ഹോയ്സ് ലാറ്റിറ്റ്യൂഡ്സ് വരുന്നത്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ അവിടെയാണ്. ഡിസെൻഡിങ് എയർ ആണ്. ഡിസെൻഡിങ് എയർ എന്ന് വെച്ചാൽ മുകളിൽ എയർ താഴോട്ട് വരുമ്പോൾ ചൂടാവും. അഡിയബറ്റിക് ഹീറ്റിംഗ് ആണ്, അഡിയബറ്റിക് കോൺട്രാക്ഷൻ വരും, ഹീറ്റിംഗ് ആണ്. സോ ആന്റി സൈക്ലോണിക് കണ്ടീഷൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഈസ്റ്റർലി വിൻഡ്സ് മോയ്സ്ചർ കണ്ടന്റ് ഉള്ള വിൻഡ് ആണെങ്കിൽ മാത്രമേ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുള്ളൂ. അതേസമയം ഈസ്റ്റേൺ സൈഡ് ഓഫ് ദ കോണ്ടിനെന്റ്സിൽ എന്താണ്? അതിന് ഓൺഷോർ ആയിട്ട് വരും. ചൈന ടൈപ്പ് ക്ലൈമറ്റ് നമുക്കറിയാം അല്ലെ? സോ ഈസ്റ്റേൺ സൈഡിലേക്ക് എൻ്റർ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതോറും എന്ത് ചെയ്യും? ഈ ട്രേഡ് വിൻഡ്സിന്റെ മോയ്സ്ചർ കപ്പാസിറ്റി കുറഞ്ഞു വരും. സോ ഡ്രയർ ആയിട്ട് മാറും. സോ ഓഫ് ഷോർ ആയിട്ടാണ് ഇന്ത്യയിൽ വെസ്റ്റേൺ സൈഡിൽ എത്തുമ്പോഴേക്കും ഈ കാറ്റ് ഓഫ് ഷോറിലേക്ക് വീഴുമ്പോഴേക്കും വളരെ ഡ്രൈ വിൻഡ്സ് ആയിട്ടാണ് പോകുന്നത്. അതും ഒരു കാരണമാണ്. ഓക്കെ, പിന്നെ കോൾഡ് ഓഷ്യൻ കറൻസിന്റെ പ്രസൻസ്. കോൾഡ് ഓഷ്യൻ കറൻസ്. സോ ഓഷ്യൻ കറൻസ് ഏതൊക്കെയാണ്? മേജർ ആയിട്ടുള്ള ഓഷ്യൻ കറൻസ് നോക്കിയേ. കോൾഡ് ഓഷ്യൻ കറൻസ് ഉള്ള കോണ്ടിനെന്റ് സൈഡിലൊക്കെ എന്താ വരുന്നത്? ഡെസേർട്സ് വരുന്നത് അല്ലെ? പെറു കറണ്ട് അഥവാ ഹംബോൾട്ട് കറണ്ട്. ഇവിടെയാണ് എന്ത് പറയുന്നത്? അറ്റക്കാമ ഡെസേർട്ട് വരുന്നത്. കോൾഡ് കറണ്ടിന്റെ പ്രസൻസ് ഉണ്ട്. ബംഗ്വല കറണ്ട് ആഫ്രിക്ക, ഇവിടെ നമീബ് ഡെസേർട്ട് വരുന്നുണ്ട് അല്ലെ? വെസ്റ്റേൺ ഓസ്ട്രേലിയ ഡ്രിഫ്റ്റ് അല്ലെ? വെസ്റ്റേൺ ഓസ്ട്രേലിയൻ കറണ്ട് കോൾഡ് കറണ്ട് ആണ്. ഇവിടെ എന്ത് വരുന്നുണ്ട്? വെസ്റ്റേൺ സൈഡിലാണ് ഓസ്ട്രേലിയയുടെ എന്ത് വരുന്നത്? പറയൂ, ഡെസേർട്സ് ഫോം ചെയ്യുന്നത് അല്ലെ? കാലിഫോർണിയൻ കറണ്ട് ഇവിടെ വരുന്നത്. സോ കോൾഡ് ഓഷ്യൻ കറണ്ടും ഒരു മേജർ ആയിട്ടുള്ള ഒരു റീസൺ ആണ് എന്ത്? ഡെസേർട്ട് ഫോർമേഷൻ. സോ ഡെസേർട്ട് ഫോർമേഷന് ജനറൽ ആയിട്ട് നമ്മൾ റീസൺ ആയിട്ട് എന്താണ് എഴുതേണ്ടത്? അരിഡ് കണ്ടീഷൻ ഉണ്ടാവുന്ന കാരണമായിട്ട് നമ്മൾ പറയേണ്ടത് എന്താണ്? ഇവാപറേഷൻ ഈസ് മോർ ദാൻ precipitation in these areas. Okay, so next question പോയിക്കോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ക്രയോസ്ഫിയർ എഫക്ട് ഗ്ലോബൽ ക്ലൈമറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ക്രയോസ്ഫിയറിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ക്രയോസ്ഫിയർ ഗ്ലോബൽ ക്ലൈമറ്റിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? 2017 UPSC ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ക്രയോസ്ഫിയർ? സോ എന്താണ് ക്രയോസ്ഫിയർ? എന്താണെന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ക്രയോസ്ഫിയർ? ദ ഫ്രോസൺ വാട്ടർ പ്രസന്റ് ഇൻ ദ എർത്ത്. ആ റീജിയൻസിനൊക്കെ നമുക്ക് ക്രയോസ്ഫിയർ ആയിട്ട് കൂട്ടാം. എക്സ്ട്രീം ലോ ടെമ്പറേച്ചർ ഉള്ള റീജിയൻസ് ആണ് ക്രയോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലെ? സോ ദ ഫ്രോസൺ വാട്ടർ പ്രസന്റ് ഇൻ ഡിഫറെന്റ് ഫോംസ്. എന്തൊക്കെയാണ് ഡിഫറെന്റ് ഫോംസ്? ഐസ് ആയിരിക്കാം, സീ ഐസ് ആയിരിക്കാം, ലേക്ക് അല്ലെ? റിവർ ഐസ് ആയിരിക്കാം, ഗ്ലേഷ്യേഴ്സ് ഉണ്ട്, പിന്നെ ഐസ് ബെർഗ്സ് ഉണ്ട് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള,
ഫ്രോസൺ ഗ്രൗണ്ട്സ് ഉണ്ട്, സ്നോ ഫോളിംഗ് ഉണ്ട്. സോ ഇതെല്ലാം എന്താണ് ക്രയോസ്ഫിയറിന്റെ ഭാഗമാണ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ക്രയോസ്ഫിയർ. സോ ക്രയോസ്ഫിയർ ഈസ് ദ ഫ്രോസൺ വാട്ടർ പ്രസന്റ് ഇൻ ഡിഫറെന്റ് ഫോംസ് ഇൻ ദ ക്ലൈമറ്റ് സിസ്റ്റം ഇൻ ദ എർത്ത്. ഓക്കെ, ഇതിന് ഓൾ ടുഗദർ ആണ്, ഈ സിസ്റ്റത്തിന് ഓൾ ടുഗദർ ആണെന്ന് പറയുന്നത് ക്രയോസ്ഫിയർ എന്ന് പറയുന്നത്. സോ എന്താണ്, ഹൗ ഡസ് ക്രയോസ്ഫിയർ എഫക്ട് ഗ്ലോബൽ ക്ലൈമറ്റ്? ഗ്ലോബൽ ക്ലൈമറ്റിന് ക്രയോസ്ഫിയറിന്റെ കോൺട്രിബ്യൂഷൻ പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് എന്താണ്? ആൽബഡോ എഫക്റ്റ് ആണ്. ആൽബഡോ, വാട്ട് ഈസ് ആൽബഡോ? പെർമഫ്രോസ്റ്റ്. ഓക്കെ, ആൽബഡോ എഫക്റ്റ് എന്താണ്? ആൽബഡോ ഇസ് ദ മെഷർ ഓഫ് റിഫ്ലക്ടിവിറ്റി ഓഫ് എൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിന് ഇൻസോലേഷൻ, ഇൻസിഡന്റ് സോളാർ റേഡിയേഷൻ, അതാണ് ഇൻസോലേഷൻ അല്ലെ. ഇൻസുലേഷൻ വരുമ്പോൾ സോളാർ ലൈറ്റിനെ, സൺലൈറ്റിനെ എത്രത്തോളം അതിന് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കും, അതിന്റെ ആ ഒരു എബിലിറ്റിക്കാണ്, ആ ഒരു മെഷർമെന്റിനാണ് ആൽബഡോ എന്ന് പറയുന്നത്. സോ സ്നോ ഏരിയാസ്, വൈറ്റ് ഏരിയാസിന് എന്താണ് ആൽബഡോ വളരെ കൂടുതലായിരിക്കും അല്ലെ. അതും സോ ആൽബഡോ ഇസ് ദ മെഷർമെന്റ് ഓഫ് റിഫ്ലക്ടിവിറ്റി ഓഫ് എൻ ഒബ്ജക്ട്. സോ ആൽബഡോ എഫക്റ്റ് ആണ് ക്രയോസ്ഫിയറിന്റെ ഒന്നാമത്തെ കാര്യം. സോ ഇൻസുലേഷന്റെ ഒരു വലിയൊരു പങ്ക് എന്ത് ചെയ്യും, അതിനെ എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്ത് കളയാണ്. റിഫ്ലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഹീറ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം. സോ നമുക്കറിയാം വേൾഡിലെ ഫ്രഷ് വാട്ടർ അവൈലബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് റിവേഴ്സിലല്ല, ലേക്സിലല്ല, ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ ഗ്ലേഷ്യേഴ്സ്. ഫ്രഷ് വാട്ടർ സ്റ്റോറേജ് ഏറ്റവും കൂടുതലുള്ളത് ഗ്ലേഷ്യേഴ്സ് ആൻഡ് ഐസ് കേപ്സിലാണ്. അറൌണ്ട് 70% എർത്തിലെ ഫ്രഷ് വാട്ടർ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്ലേഷ്യേഴ്സിലാണ്. ഈ ഗ്ലേഷ്യേഴ്സ് ആണ് എന്തിനുള്ള മേജർ ആയിട്ടുള്ള റിവേഴ്സിന്റെ ഒക്കെ സോഴ്സ് റീജിയൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഗംഗ, യമുന, ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ്, അങ്ങനെ മേജർ ആയിട്ടുള്ള റിവേഴ്സിന്റെ ഒക്കെ സോഴ്സ് റീജിയൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഗ്ലേഷ്യേഴ്സ് ആണ്. സോ എർത്തിന്റെ ഒരു മെയിൻ്റെനൻസ് ഉണ്ട്. സോ മൗണ്ടൈനസ് റീജിയൻസ്, ഈ ക്രയോസ്ഫിയർ വെച്ചിട്ട് മൗണ്ടൈനസ് റീജിയൻസിന്റെ മാത്രം കാര്യമല്ല അല്ലെ, എർത്തിന്റെ ആസ് എ ഹോൾ എല്ലാ അതിന്റെ ഒരു കോഴ്സ് ഓഫ് ഒരു റിവറിന്റെ കോഴ്സ് എവിടെയൊക്കെ പോകേണ്ട പ്ലെയിൻ റീജിയൻസ് ഒരുപാട്, ഒരു രാജ്യത്ത് മുഴുവൻ അല്ലെ, ഒരു മേജർ ആയിട്ടുള്ള ഒരു ഏരിയാസിനൊക്കെ ടച്ച് ചെയ്ത് പോകുന്നതാണ് റിവർ. സോ റിവർ എന്നത് ഒരുപാട് പോപ്പുലേഷന്റെ ഫുൾ പോപ്പുലേഷൻ മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന റിവേഴ്സിനാണ്. സോ അതിന്റെ സോഴ്സ് റീജിയനായിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ക്രയോസ്ഫിയർ. ആൽബഡോ എഫക്റ്റ് ഗ്ലോബൽ വാർമിങ്ങിനെ ഒരു പരിധി വരെ തടയാൻ സാധിക്കുന്നത് അല്ലെ. സോ ഇതൊക്കെയാണ് മേജർ ആയിട്ട് നമ്മൾ ക്രയോസ്ഫിയറിനെ പറ്റി ഓർക്കുമ്പോൾ എഴുതേണ്ട കാര്യങ്ങൾ. സോ ക്രയോസ്ഫിയർ ഹാസ് ദ ഹയസ്റ്റ് ആൽബഡോ ഇൻ ദ എർത്ത്. എർത്തിൽ ഏറ്റവും കൂടുതൽ ആൽബഡോ ഉള്ള റീജിയൻ എന്താണ്, ക്രയോസ്ഫിയർ ആണ്. സോ എർത്തിന്റെ ഹീറ്റ് ബജറ്റിനെ കീപ്പ് ചെയ്യാൻ ക്രയോസ്ഫിയർ ഹെൽപ്പ് ചെയ്യുന്നു. സോ പിന്നെ പോളാർ റീജിയൻസ് എടുത്ത് നോക്കിയാൽ അത് ക്രയോസ്ഫിയർ അല്ലെ. ക്രയോസ്ഫിയറിൽ പോളാർ റീജിയൻസിൽ കോൾഡ് കറണ്ട്സ് വരുന്നുണ്ട്, ഓഷ്യാനിക് കറണ്ട്സ് ആയിക്കോട്ടെ, വിൻഡ് ആയിക്കോട്ടെ, കറണ്ട് വരുന്നുണ്ട്. സോ ഇക്വട്ടോറിയൽ റീജിയൻസിൽ സർപ്ലസ് ഇൻസുലേഷൻ, സർപ്ലസ് എനർജിയാണ്, അവിടെ ഡെഫിഷ്യന്റ് എനർജിയാണ് അല്ലെ. സോ കോൾഡ്, ഹീറ്റ് രണ്ടും തമ്മിൽ മിക്സിങ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അതിന്റെ ഓവറോൾ എന്താണ് ആ ഒരു പൊളാരിറ്റി ഡൈപോൾ ക്രിയേറ്റഡ് ഉള്ളതുകൊണ്ടാണ് എർത്തിന്റെ മുഴുവൻ വിൻഡ് സിസ്റ്റം ആയിക്കോട്ടെ എല്ലാത്തിനും പ്രോസസ് നടക്കുന്നത് ഇതിന്റെ ഒരു പ്രസൻസ് കൊണ്ടാണ്. ഓക്കെ, സോ അതിലൊക്കെയുള്ള ഒരു വേരിയേഷൻസ് എന്ത് കാരണമാവും, ഈ ക്രയോസ്ഫിയറിന്റെ ഡീഗ്രഡേഷൻ കാരണമാവും. ഓക്കെ, സോ നമുക്ക് ഓഷ്യൻ കറണ്ട്സ് പോലെ തന്നെ വാട്ടർ മാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, വാട്ടർ മാസ് പഠിച്ചിട്ടുണ്ട്. സോ ഫ്രഷ് വാട്ടർ, പോളാർ റീജിയൻസിലെ ഫ്രഷ് വാട്ടർ ഐസ് ആവുമ്പോൾ അതിന്റെ ബ്രൈൻ എന്ത് ചെയ്യും, സോൾട്ട് എന്ത് ചെയ്യും, ഇജക്ട് ചെയ്യും. ബ്രൈൻ റിജക്ഷൻ എന്ന് പറയും അല്ലെ. ബ്രൈൻ റിജക്ട് ചെയ്തിട്ട് അപ്പോൾ സലിനിറ്റി കൂടിയ വാട്ടർ എന്ത് ചെയ്യും, ഡൗൺ വെല്ല് ചെയ്ത് ഇങ്ങനെ മാസ് വോളിയം ഓഫ് വാട്ടർ ആയിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് ആ ഒരു കണ്ടിന്യൂസ് ഫ്ലോ നടക്കുന്നു ഇക്വട്ടോറിയൽ റീജിയനിലേക്ക്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഓഷ്യൻ കറണ്ട്സ്, വാട്ടർ മാസ് എന്നിവയുടെയൊക്കെ തുടങ്ങിയ ഫിനോമിനാസ്, തുടങ്ങിയ പ്രോസസ് ഒക്കെ നടക്കാനൊക്കെ കാരണമാവുന്ന എന്താണ്, ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, എസ്പെഷ്യലി മീഥേൻ. ശരിയാണ് നീരജ് പറഞ്ഞത്. സോ അതിലേക്ക് ഞാൻ വരികയായിരുന്നു. സോ ഈ പെർമാഫ്രോസ്റ്റ് ആയിട്ടുള്ള ഇതിന്റെ അടിയിൽ ഒരുപാട് മീഥേൻ, കാർബൺ സെക്വസ്ട്രേഷൻ, കാർബണിന്റെ വലിയൊരു എന്തായിട്ട് സിങ്ക് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നത് അല്ലെ. സിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്ഥലമാണ് പെർമാഫ്രോസ്റ്റ് റീജിയൻസ്. സോ ഇത് എക്സ്പോസ്ഡ് ആയാൽ അല്ലെങ്കിൽ മെൽറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിനുള്ളിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന മീഥേൻ പുറത്തേക്ക് വരും. സോ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആർട്ടിക് റീജിയൻസിലെ രാജ്യങ്ങൾ ഇപ്പോൾ കൂടുതൽ ഇന്റൻസ് ആയിട്ട്
അതിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എക്സ്കവേഷനിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഇതാണ്, ഗ്ലോബൽ വാർമിംഗ് കാരണം ഐസ് മെൽറ്റിംഗ് വളരെ ഇന്റൻസ് ആയിട്ട് നടക്കുന്നു. അതുകൊണ്ട് മുമ്പ് അവിടെ ഓയിൽ എക്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ വളരെ വളരെ കോസ്റ്റ്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് കൊമേഴ്ഷ്യലി വയബിൾ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങോട്ട് പോകാത്തത്. വേൾഡിന്റെ 1/4 ഓയിൽ പ്രസന്റ് അവിടെ ഉണ്ടെന്നാണ് ലേറ്റസ്റ്റ് സ്റ്റഡി പറയുന്നത്. ഗ്യാസിൻ്റെതും അറൌണ്ട് 30% മറ്റോ 14% മറ്റോ ഉണ്ടെന്ന് കറക്റ്റ് ഫിഗർ അറിയില്ല. സോ നാച്ചുറൽ ഗ്യാസ്. സോ ഇനി ഇപ്പോൾ പക്ഷേ ഗ്ലോബൽ ഐസ് മെൽറ്റിംഗ് കാരണമായിട്ട് കൂടുതൽ എക്സ്പോസ്ഡ് ആയതോടുകൂടി കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ട് അവിടെ ഓയിൽ എക്സ്ട്രാക്ഷൻ ചെയ്യാനുള്ള സാധ്യതകൾ കൂടി വരുന്നു. അതുകൊണ്ടാണ് ഈവൻ ചൈന അടക്കം എന്താണ് ഒരു ആർട്ടിക് നേഷനായിട്ട് സ്വയം പ്രഖ്യാപിച്ച് അവർ അവിടെ എക്സ്കവേഷൻ കൂടുതൽ ചെയ്യുന്നു. സോ ഇതോട് ബന്ധപ്പെട്ട് ആർട്ടിക് കൗൺസിലിലെ 8 മെമ്പേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ മേജർ ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, ഇന്ത്യയുടെ അസോസിയേറ്റ് മെമ്പറാണ്, എങ്ങനെയാണ് എപ്പോഴാണ് മെമ്പർ ആയത്, എന്തൊക്കെയാണ് അതിന്റെ മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, എന്തൊക്കെ അത് തടയുന്നുണ്ട്, എന്തൊക്കെ അനുവദിക്കുന്നുണ്ട്, അതിന്റെ മെയിൻ പോളിസി എന്തൊക്കെയാണ് എന്നൊക്കെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ പഠിക്കണം. ഓക്കെ, ആർട്ടിക് റീജിയന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാനും ഡിസ്കസ് ചെയ്യും. സോ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ് അല്ലേ. ഈ ക്രയോസ്ഫിയർ എക്സ്ട്രീം ലോ ടെമ്പറേച്ചർ ആണ്, ഇക്വറ്റോറിയൽ റീജിയൻസ് എന്നാണ് ഹൈ ടെമ്പറേച്ചർ ആണ്. സോ ആ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, ആ ഒരു പോളാരിറ്റി, ആ ഡൈപോൾ എഫക്റ്റ് കൊണ്ടാണ് എന്താണ് ഈ എർത്തിലെ എല്ലാ അറ്റ്മോസ്ഫറിക് ഫിനോമിനാസും നടക്കുന്നത്. ലൈക്ക് പ്ലാനറ്ററി വിൻഡ്സ്, ഓഷ്യൻ കറൻസ്, വാട്ടർ മാസസ് എല്ലാം ഒക്യൂർ ചെയ്യുന്നതിന്റെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു പ്രേരകമായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ക്രയോസ്ഫിയറിന്റെ പ്രസൻസ് ആണ്. ഓക്കെ, ദെൻ ഓൾറെഡി നീരജ് ഇപ്പൊ പറഞ്ഞ മെസ്സേജ് അയച്ചു, എന്താണ് അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, എസ്പെഷ്യലി മീഥേൻ. സോ കാർബൺ സെക്വസ്ട്രേഷൻ അല്ലെങ്കിൽ വലിയൊരു കാർബൺ സിങ്ക് ആണ് എന്ത് ഈ ഒരു ക്രയോസ്ഫിയർ എന്ന് പറയുന്നത്. മീഥേൻ ആയിട്ട് ഈ അണ്ടർനീത്ത് സോയിലിൽ എന്താണ് പെർമഫ്രോസ്റ്റ് റീജിയനിൽ മീഥേൻ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ അങ്ങനെ ഒരുപാട് കാർബൺ സെക്വസ്ട്രേഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. സോ ഇതിന്റെ ഒരു പരിധി വിട്ടിട്ട് ഇതിന്റെ മെൽറ്റ് കൂടിയാൽ എന്ത് ചെയ്യും? സീ ലെവൽ റൈസ് കൂടും. സോ ഒരുപാട് ലാൻഡ് സബ്മേർജ്ഡ് ആവും. സീ ലെവൽ റൈസ് ഒരു വലിയൊരു ത്രെറ്റ് ആണ്, ഗ്ലോബൽ വാർമിംഗ് അതോടനുബന്ധിച്ച് സീ ലെവൽ റൈസ്. പിന്നെന്താണ്, ഈ ക്രയോസ്ഫിയർ റീജിയൻസ് ഒരുപാട് കാലം പെർമാഫ്രോസ്റ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പാസ്റ്റ് എന്നതിനെ കൂടി ഹിസ്റ്ററിയെ പറ്റി സ്റ്റഡി ചെയ്യാൻ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു റീജിയൻ ആയിട്ട് കൂടി സയന്റിസ്റ്റുകൾ ഇതിനെ കാണുന്നുണ്ട്. ബിക്കോസ് അതിന് ഒരുപാട് ഡീഗ്രഡേഷൻ സംഭവിക്കുന്നില്ല. അതിനുള്ള എന്തെങ്കിലും ഒരു ഫോസിൽസോ എന്തെങ്കിലും പെട്ടാൽ തന്നെ അതിന് ഡീഗ്രഡേഷൻ അധികം സംഭവിക്കുന്നില്ല, നല്ല പ്രൊട്ടക്റ്റഡ് ആണ്. സോ അതിന് ഏർലിയർ എർത്തിന്റെ പ്രിമോഡിയൽ കണ്ടീഷൻസിനെ പറ്റി ഉള്ള റിസർച്ച് സ്റ്റഡിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം നൽകുന്ന, ഒരുപാട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റീജിയൻ കൂടിയാണ് ക്രയോസ്ഫിയർ. ഓക്കെ, സോ എന്തൊക്കെയാണ് ക്രയോസ്ഫിയറിന്റെ? ഫസ്റ്റ് ഓഫ് ഓൾ ആൽബഡോ വിഡ്ത്ത്, ഹയസ്റ്റ് ആൽബഡോ ഇൻ ദ എർത്ത് ഈസ് പ്രൊവൈഡഡ് ബൈ ക്രയോസ്ഫിയർ. ദെൻ ഡിഫറൻസസ് ഇൻ ഹീറ്റിംഗ് ബിറ്റ്വീൻ ഇക്വേറ്റർ ആൻഡ് ക്രയോസ്ഫിയർ അല്ലെങ്കിൽ പോളാർ റീജിയൻ. അത് കാരണമാണ് മേജർ അറ്റ്മോസ്ഫറിക് ഫിനോമിന ഇൻ ദ എർത്ത് happens, like ocean currents, water masses, planetary winds, etc. Then എന്താണ് പറഞ്ഞത്? കാർബൺ സെക്വസ്ട്രേഷൻ, മീഥേൻ ട്രാപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങൾ സീ ലെവൽ റൈസിന് കാരണമാവും. ഈ ക്രയോസ്ഫിയർ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താ ചെയ്യും? സീ ലെവൽ റൈസ്, ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു സീ ലെവൽ റൈസ്. ഓക്കെ, ദെൻ കംസ് എന്താണ് റിസർച്ച് സ്റ്റഡി അബൌട്ട് ദ പാലിയോക്ലൈമറ്റ്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ക്രയോസ്ഫിയറിനെ കുറിച്ച് എഴുതാനുള്ളത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി അസൈൻഡ് ടു മൺസൂൺ ക്ലൈമറ്റ് ദാറ്റ് സക്സീഡ്സ് ഇൻ ഫീഡിംഗ് മോർ ദാൻ 50% ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിസൈഡിംഗ് ഇൻ മൺസൂൺ ഏഷ്യ? പ്രീവിയസ് UPSC ക്വസ്റ്റ്യൻ. വേൾഡ് പോപ്പുലേഷന്റെ 50%, ഹാഫ് ഓഫ് ദ വേൾഡ് പോപ്പുലേഷനെ ഫീഡ് ചെയ്യാൻ മാത്രം എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു മൺസൂൺ എന്ന അറ്റ്മോസ്ഫിയറിക് ഫിനോമിനക്ക് ഉള്ളത്? എന്താണ് അതിന്റെ പ്രത്യേകത എന്നാണ് ചോദ്യം അല്ലെ. വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി അസൈൻഡ് ടു മൺസൂൺ ക്ലൈമറ്റ് ദാറ്റ് സക്സീഡ്സ് ഇൻ ഫീഡിംഗ് മോർ ദാൻ 50% ഓഫ്
the world population residing in monsoon Asia. So എങ്ങനെ ഇതിനെ ആൻസർ ചെയ്താം, എങ്ങനെ എഴുതാം? സോ മൺസൂണിനെ പറ്റിയാണ് ചോദിച്ചത്, ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. അതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ എഴുതേണ്ടത്. സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഷെയർ ചെയ്യാം. What characteristics can be assigned to monsoon climate that succeeds in feeding more than 50% of the world population residing in monsoon Asia? So first of all, എന്താണ് ക്ലൈമറ്റ് എന്ന ക്ലൈമറ്റോളജിയോട് റിലേറ്റ് ചെയ്തതാണ്. ക്ലൈമറ്റ് എന്നതിനെ കുറിച്ച് നമുക്കറിയാം. കേപ്പൻസ് അല്ലെ, കേപ്പൻസ് ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലെ, ക്ലൈമാറ്റിക് സിസ്റ്റം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് എഴുതാം. സോ മൺസൂൺ എങ്ങനെയാണ് വരുന്നത്? മൺസൂൺ എന്ന് വെച്ചാൽ എന്താണ്? സീസണൽ ചേഞ്ച് ഓഫ് അല്ലെ, സീസണൽ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് വിൻഡ്സ് ആണ് അല്ലെ. സോ അത് എങ്ങനെയാണ് നമ്മുടെ എവിടെ ഏതൊക്കെ റീജിയൻസിലാണ് അത് എഫക്ട് ചെയ്യുന്നത്? ഇന്ത്യയിൽ മാത്രമാണോ? ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അല്ലാതെ വേറെ ഏതൊക്കെ റീജിയൻസിൽ? 50% ഓഫ് പോപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞു. സോ എവിടെയൊക്കെയാണ് ഇത് എഫക്റ്റഡ് ആവുന്നത്? ആ റീജിയൻസ് നമുക്ക് മെൻഷൻ ചെയ്യണം. സോ പിന്നെ മൺസൂണിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മൺസൂൺ എങ്ങനെയാണ് ഒരു എഫക്റ്റഡ് ആവുന്നത്, മൺസൂൺ കാരണമായിട്ട് എങ്ങനെയാണ് ആ പോപ്പുലേഷന്റെ സോഷ്യോ എക്കണോമിക്, കൾച്ചറൽ ആയിക്കോട്ടെ, എക്കണോമിക് ആയിക്കോട്ടെ, അവരുടെ സിറ്റുവേഷനൊക്കെ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എന്താണ്? ക്ലൈമറ്റ് ഈസ് ദ ആവറേജ് വെതർ കണ്ടീഷൻസ് ഓഫ് എ ലാർജ് ഏരിയ ഫോർ പാസ്റ്റ് സെവറൽ ഇയേഴ്സ്. ക്ലൈമറ്റ് എന്നതിന്റെയും വെതർ എന്നതിന്റെയും ഡെഫിനേഷൻ നമുക്കറിയാം. ഇവിടെ നമ്മൾ എഴുതേണ്ടത് കണ്ടില്ലേ, കേപ്പൻ സിസ്റ്റം ഓഫ് ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷനെ കുറിച്ച് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. കേപ്പൻ സിസ്റ്റം എന്താണ്? അദ്ദേഹം എന്താണ് ചെയ്തത്? ടെമ്പറേച്ചർ, പ്രസിപ്പിറ്റേഷൻ ആൻഡ് വെജിറ്റേഷൻ, ഈ 3 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഓൺ ദ ബേസിസ് ഓഫ് ടെമ്പറേച്ചർ, precipitation and vegetation, Köppen classified the climate system around the globe into 5 climatic groups and 13 subgroups, like 13 climatic types. ഈ 5 climatic groupസിലും ഓരോ ഗ്രൂപ്പിലും സബ് എന്തുണ്ട്? ക്ലൈമാറ്റിക് ടൈപ്സ് ഉണ്ട്. സോ അതിൽ പെട്ട ഒരു ക്ലൈമാറ്റിക് ഗ്രൂപ്പാണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. ഈ 5 മേജർ ഗ്രൂപ്പ് ക്ലൈമാറ്റിക് ഗ്രൂപ്പിൽ ഔട്ട് ഓഫ് 1 ക്ലൈമാറ്റിക് ഗ്രൂപ്പ് ഏതാണ്? ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ് ആണ്. ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന ക്ലൈമാറ്റിക് ഗ്രൂപ്പില് അണ്ടർ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് there are 3 climate types. They are savanna, tropical rainforest, savanna or African grasslands or tropical grasslands. Then comes monsoon climate. Okay, so എന്ത് പറയാ, കേപ്പൻസ് ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷനിലെ 5 മേജർ ക്ലൈമറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് 13 climatic types ആയിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. In that first classification, out of these 5 climatic groups, tropical climates are 1. Under tropical climate, there are 3 sub-climatic types. They are tropical rainforest, savanna or tropical grasslands, and monsoon climate. So, എന്ത് പറഞ്ഞിട്ട് നമുക്ക് മൺസൂണിനെ പറ്റിയിട്ട് വിവരിച്ചു തരാം. സോ മൺസൂൺ എന്നതിനെ പറ്റി നമ്മൾ എഴുതുമ്പോൾ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത്? ഇത് ഇസ് ദ സീസണൽ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ദ വിൻഡ്സ് അല്ലേ. സോ സമ്മറിലും വിന്ററിലും അതിന്റെ ഡയറക്ഷനിൽ വ്യത്യാസമുണ്ട്. ITCZന്റെ മൂവ്മെന്റ്, നോർത്ത്വേർഡ് മൂവ്മെന്റിനനുസരിച്ചിട്ട് സൗത്ത് ഈസ്റ്റർലി ട്രേഡ് വിൻഡ്സ് എന്തായിട്ട് മാറും? സൗത്ത് വെസ്റ്റ് വിൻഡ് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയിട്ട് മാറിയിട്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് വരുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ മാത്രമല്ല, മറിച്ച് മ്യാൻമർ, കംബോഡിയ, ലാവോസ് എന്നിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മൺസൂൺ ടൈപ്പ് ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. സോ Köppen system of climate classification, 5 climatic groups, then out of 5 എന്താണ് 13 climatic types ഉണ്ട് under these climatic groups. Then comes under tropical climatic group comes 3 sub indices, sub climates, which are tropical rainforest, savanna climate and monsoon climate. Then monsoon climate എന്താണ്? which is found over Indian subcontinent, northeastern part of South America
അവിടെ കാണുന്നത് നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് സൗത്ത് അമേരിക്ക ആൻഡ് നോർത്തേൺ ഓസ്ട്രേലിയ ഇവിടങ്ങളിലൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ മൺസൂൺ ടൈപ്പ് ക്ലൈമറ്റ് ആസ് പെർ കാപ്പൻ സിസ്റ്റം മൺസൂൺ ക്ലൈമറ്റ് കാണപ്പെടുന്ന സ്ഥലമാണ്. സോ സമ്മർ ആൻഡ് വിന്റർ എന്നിങ്ങനെ രണ്ട് സീസൺ എന്നതിലുപരിയായിട്ട് ഈ മൺസൂൺ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനിൽ നമുക്ക് എന്തൊക്കെ കാണപ്പെടുന്നുണ്ട്? എന്തൊക്കെ 4 ഡിഫറെന്റ് സീസൺസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. ഏതൊക്കെയാണ് ആ 4 ഡിഫറെന്റ് സീസൺസ്? ഓക്കെ, ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ദ കോൾഡ് വെദർ സീസൺ, ഡിസംബർ ടു ഫെബ്രുവരി അല്ലെ, വിന്റർ സീസൺ കോൾഡ് വെദർ സീസൺ ആണ്. ഡിസംബർ ടു ഫെബ്രുവരി, മിഡ് ഡിസംബറിലൊക്കെ നമുക്കൊരു ടെമ്പറേറ്റ് ഫിനോമിന ഇങ്ങോട്ടേക്ക് വരുമല്ലോ, ജെറ്റ് സ്ട്രീമിന്റെ കൂടെ, സബ് ട്രോപ്പിക്കൽ വെസ്റ്റേൺ ജെറ്റിന്റെ കൂടെ. എന്താണ് ഇത്? ടെമ്പറേറ്റ് സൈക്ലോൺ വരുമല്ലോ. വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് അല്ലെ, വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് മെഡിറ്ററേനിയൻ ഓഷ്യൻസിൽ നിന്നും എന്താണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കൊക്കെ വരുന്നുണ്ട്. സോ ഇതെന്താണ്? വെസ്റ്റേൺ പാർട്സിൽ നമുക്ക് എന്ത് ചെയ്യണം? ഹിമാലയസിലൊക്കെ സ്നോഫോൾ വരും. ഓക്കെ, അത് വീറ്റ് കൾട്ടിവേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെവി ആയി കഴിഞ്ഞാൽ ഹെയിൽ സ്റ്റോംസും പിന്നെ എന്താണ് ഹെവി ഫ്ലഡൊക്കെ ക്രിയേറ്റ് ആവാനും ഇത് കാരണമാണ്. ദെൻ ജനുവരി എന്താണ്? ജനുവരിയാണ് നമ്മുടെ കോൾഡസ്റ്റ് മന്ത് ആയിട്ട് മാറുന്നത് അല്ലെ. സൺ എവിടെയാണ് ജനുവരി ഉണ്ടാവുക? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, സതേൺ ഹെമിസ്ഫിയറിലാണ് ഉണ്ടാവുക. സോ ഏറ്റവും നോർത്തേൺ ഹെമിസ്ഫിയറിൽ ജനുവരിയിലാണ് നമുക്ക് ഏറ്റവും കോൾഡസ്റ്റ് മന്ത് ആയിട്ട്. Then comes December to February cold weather season കഴിഞ്ഞാൽ then comes hot weather season അല്ലേ. ചൂടാണ്, ഹോട്ട് വെദർ സീസൺ എന്നാണ് പറയുന്നത്. മാർച്ച് ടു മെയ് ആണ്. മാർച്ച് ടു മെയ് എന്ത് ചെയ്യും? സണ്ണിന്റെ മൂവ്മെന്റ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ നിന്നും മുകളിലോട്ട് വന്നു അല്ലേ, സ്പ്രിംഗ് ആണ്. ദെൻ ഹിയർ എന്താണ് ഹാപ്പൻസ്? സം ലോക്കൽ വിൻഡ്സ് ഫ്ലോ. എന്താണ് എക്സാമ്പിൾ? ലൂ. നോർത്തേൺ ഇന്ത്യയിൽ വീശുന്ന കാറ്റാണ് എന്ത്? ലൂ അല്ലേ. ഡ്രൈ വാം കറണ്ട് ആണ്, ഹോട്ട് ഡ്രൈ കറണ്ട് ആണ്, ഹോട്ട് ഡ്രൈ വിൻഡ് ആണ് നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യയിൽ വീശുന്നത്. ദെൻ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് മഴ, വേനൽ മഴ നമുക്ക് ലഭിക്കുന്നു അല്ലെ. അതിന് കേരളത്തിൽ എന്ത് പറയും? മാംഗോ ഷവേഴ്സ് അല്ലെ. മാംഗോയുടെ ഫ്ലവറിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മാംഗോ ഷവറിംഗ് എന്ന് പറയും. കാൽ ബൈസാക്കി, നോർ വെസ്റ്റേഴ്സ് എന്നൊക്കെ നോർത്ത് ഇന്ത്യയിലും ഈസ്റ്റേൺ ഇന്ത്യയിലൊക്കെ, നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലൊക്കെ അങ്ങനെ അറിയപ്പെടും. തണ്ടർ സ്റ്റോം അല്ലെ, നല്ല തണ്ടർ സ്റ്റോം ഉള്ള എന്താണ് പ്രസിപ്പിറ്റേഷൻ ആണ് ഉള്ളത്. നോർ വെസ്റ്റേഴ്സ്, കാൽ ബൈസാക്കി, പിന്നെന്താണ് പറഞ്ഞത്? മാംഗോ ഷവേഴ്സ്. ഇതൊക്കെയാണ് ഈ ഒരു മാർച്ച് ടു മെയ് റീജിയണൽ സമയത്ത് ഈ ഒരു സീസണിൽ ലഭിക്കുന്നത്. ഹോട്ട് വെദർ സീസൺ ആണ്. ദെൻ എന്താണ്? മെയ് കഴിഞ്ഞു, ജൂൺ സ്റ്റാർട്ട്. എന്താണ്? അഡ്വാൻസിങ് ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. സോ നമ്മൾ പറഞ്ഞു സത്തേൺ ട്രേഡ് വിൻഡ്സ് ആണ്, ഈസ്റ്റർലി വിൻഡ്സ് ആണ് ക്രോസിംഗ് ദ ഇക്വേറ്റർ because of the movement northward shifting of ITCZ. ITCZ northward shift ചെയ്യും. സോ ഇക്വേറ്ററിനെ ക്രോസ് ചെയ്യേണ്ടി വരും. ITCZ എന്ന് വെച്ചാൽ രണ്ട് ഈസ്റ്റർലി ട്രേഡ് വിൻഡ്സ് കൺവേർജിങ് സോൺ ആണ് അല്ലെ, നമുക്കറിയാം. സോ ഈ ഇക്വേറ്റർ ക്രോസ് ചെയ്യുമ്പോൾ അത് കൊറിയോളിസ് ഫോഴ്സിന്റെ എഫക്ട് കാരണം നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുക. സോ ഈ ഈസ്റ്റർലി വിൻഡ് എന്ത് ചെയ്യും? വെസ്റ്റിലേക്ക്, റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. സോ വെസ്റ്റർലി ആയിട്ട് മാറും. സോ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയിട്ട് മാറും. ഇറ്റ് ഈസ് ദ അഡ്വാൻസിങ് ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ജൂൺ ടു സെപ്റ്റംബർ അല്ലെ. ഹെവി റെയിൻഫോൾ ഇൻ സമ്മർ. സോ മൺസൂൺ ബ്രേക്സ് ഉണ്ടാവുന്നുണ്ട്. വളരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രസിപ്പിറ്റേഷൻ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവും. മൺസൂൺ ബ്രേക്സ് എന്ന് പറയും. സോ ബിക്കോസ് ഓഫ് ദിസ് എന്ത് ചെയ്യും? ഫ്ലഡ് ഉണ്ടാവും. ഓക്കെ, അതില്ലെങ്കിൽ ഡ്രൗട്ട് ഉണ്ടാവും. സോ അതാണ് വേഗറീസ്. സോ റെയിൻഫെഡ് അഗ്രികൾച്ചർ അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ ഈ ഒരു മൺസൂൺ, ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ നമുക്കറിയാം മോർ ദാൻ 50% അൺഇറിഗേറ്റഡ് ആയിട്ടുള്ള റെയിൻ ഫെഡ് അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. മോർ ദാൻ 60% ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറിനെയാണ് നമുക്കറിയാം. റിയൽ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മൺസൂൺ ആണെന്ന് നമുക്കറിയാം. സോ അതൊക്കെ വെച്ചിട്ട് വേണം ഇതിനെ എഴുതാൻ. ഓക്കെ, സോ ഈ ഒരു മൺസൂണിന്റെ പ്രസൻസ് അനുസരിച്ചിരിക്കും നമ്മുടെ കൾട്ടിവേഷൻ, ഹാർവെസ്റ്റിങ്ങും, നമ്മുടെ ഗ്രീനറി, നമ്മുടെ എക്കണോമി, സോഷ്യോ കൾച്ചറൽ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മൺസൂൺ സീസണാണ്. ഹാർവെസ്റ്റ് സീസൺസ് സെപ്റ്റംബർ അല്ലെ. ഖാരിഫ് ക്രോപ്സ്, റാബി ക്രോപ്സ്, നമ്മുടെ ക്രോപ്സ് ഒക്കെ സീസൺ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് സൈഡ് ക്രോപ്സ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് എന്താണ്? ഈ ഒരു മൺസൂണിന്റെ കമ്മിങ് ആൻഡ്
റിട്രീറ്റിങ്ങും ആനുപാതികമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സീസൺ തന്നെ ഗ്രോയിങ് സീസൺ അല്ലെങ്കിൽ ക്രോപ്പിംഗ് സീസണും എന്ത് ചെയ്യുന്നത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ റിട്രീറ്റിംഗ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് അടുത്തത് 4ാമത്തെ സീസൺ. റിട്രീറ്റിംഗ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്. അപ്പൊ എപ്പോഴാണ്? ഒക്ടോബർ ടു നവംബർ ആണ് അല്ലെ. സോ ഈ ഒരു മൺസൂണ് ITCS താഴോട്ട് വരുമ്പോൾ വേണ്ടതാണ് തിരിച്ച് എന്താണ് റിട്രീറ്റ് ചെയ്ത് വരികയാണ്. സോ സൺ എന്ത് ചെയ്യും? ഒക്ടോബർ നവംബർ ആ റീജിയൻ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? സണ്ണ് വീണ്ടും താഴോട്ടേക്ക് പോവാണ്. താഴോട്ട് പോകുമ്പോൾ ITCS താഴോട്ട്. സോ ടെമ്പറേച്ചർ കുറയുന്നു, ലോ പ്രഷർ വീക്കെൻഡ് ചെയ്യും. സോ എന്ത് ചെയ്യും? ഈ ബേ ഓഫ് ബംഗാളിൽ നിന്ന് മോയ്സ്ചർ ഒക്കെ എടുത്തിട്ട് തമിഴ്നാട്ടിലേക്കൊക്കെ ഈ ഒരു റിട്രീറ്റിംഗ് മൺസൂൺ വരും. അതുകൊണ്ട് മോയ്സ്ചർ കണ്ടന്റ് അവിടെയൊക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ ഓൺഷോർ ആയിട്ട് നല്ല മഴ ലഭിക്കും. തമിഴ്നാട് കോസ്റ്റിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന അവിടെയാണ്. സോ സൗത്ത് വെസ്റ്റ് മൺസൂൺ, അഡ്വാൻസിങ്, റിട്രീറ്റിംഗ്, ഇങ്ങനെയാണ് ഇതിന്റെ ഡിഫറെന്റ് ഫേസസ് പറയുന്നത്. സോ ഈ ഒരു മൺസൂണിനെ ബേസ് ചെയ്തിട്ട് വെജിറ്റേഷൻ എന്താണ്? ഒരു സ്ഥലത്തെ വെജിറ്റേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്ലൈമറ്റ് ആണ് അല്ലെ. ക്ലൈമറ്റ് വെച്ചാൽ ടെമ്പറേച്ചർ, പ്രസിപ്പിറ്റേഷൻ പ്ലസ് ടെമ്പറേച്ചർ ആണ്. സോ റെയിൻഫോളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടുത്തെ വെജിറ്റേഷൻ ഏത് ടൈപ്പാണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹെവി ഡ്രോട്ട് റീജിയൻസിലൊക്കെ നമ്മൾ പൾസസ് അല്ലെ, വാട്ടർ എന്താണ് അധികം വേണ്ടാത്ത വാട്ടർ ടോളറന്റ് ആയിട്ടുള്ള പൾസസ് കൾട്ടിവേറ്റ് ചെയ്യും. വളരെ പ്ലെന്റി ആയിട്ട് പ്രസിപ്പിറ്റേഷൻ ലഭിക്കുന്നിടത്താണെങ്കിൽ റൈസ്, വീറ്റ് തുടങ്ങിയ വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യും. സോ അതിനനുസരിച്ചിട്ട് ഓരോ റീജിയൻസിന്റെയും കൾട്ടിവേഷൻ വ്യത്യാസപ്പെടും. സ്ലോപ്പി റീജിയൻസ് ആണെങ്കിൽ പ്ലാന്റേഷൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ വെജിറ്റേഷൻ റേഞ്ച് എന്താണ്? വളരെ കൂടുതലാണ്. ഫോറസ്റ്റ് റീജിയൻ, ഗ്രാസ് ലാൻഡ്സ്, സ്ക്രബ് ലാൻഡ്സ്, പിന്നെ പ്ലെയിൻ റീജിയൻസ് എന്നിവയൊക്കെ പോലെ തന്നെ ലാൻഡ് ഫോം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ക്രോപ്പിംഗ് പാറ്റേൺ, ക്രോപ്സ്, മേജർ ക്രോപ്സ്, കൾട്ടിവേറ്റിംഗ് ക്രോപ്സിന്റെ ടൈപ്പും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ദെൻ ഡൈവേഴ്സിറ്റി, ടെമ്പറേച്ചർ ഡൈവേഴ്സിറ്റി, അതും ഈ മൺസൂണിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കാരണം എന്താണ്? ഈ ടെമ്പറേച്ചറിന്റെ ഡൈവേഴ്സിറ്റി നമുക്ക് നോക്കാം. മൺസൂൺ മഴ ലഭിക്കുന്നു. വെസ്റ്റേൺ രാജസ്ഥാനിലെ ടെമ്പറേച്ചർ അല്ല ഏത് ലേയിലുള്ളത് അല്ലെ. ലേ എന്ന കോൾഡ് ഡെസേർട്ട് ആണ് ലഡാക്ക്. അതേസമയം പ്രസിപ്പിറ്റേഷൻ നോക്കിയേ, രാജസ്ഥാൻ താർ ഡെസേർട്ടിൽ ഒരു ദിവസം ലഭിക്കുന്ന താർ ഡെസേർട്ടിൽ ഒരു വർഷം ലഭിക്കുന്ന ഒരു പ്രസിപ്പിറ്റേഷൻ ആയിരിക്കും ഈ ചിറാപൂഞ്ചിയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഹാഫ് ഓഫ് എ ഡേ ലഭിക്കുന്നത്. സോ അങ്ങനെ അത്രയും ഡൈവേഴ്സിറ്റി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ ഒരു മൺസൂൺ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം മൺസൂണ് അഡ്വാൻസ് ചെയ്ത് നമ്മുടെ നോർത്ത് വെസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും ഉള്ളോട്ട് പോകുമ്പോഴേക്കും മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞ് അവിടെ അങ്ങോട്ട് എത്തുമ്പോൾ ഓഫ് ഷോർ വിൻഡ് ആയിട്ടാണ് മാറുക, ഡ്രൈ വിൻഡ് ആയിട്ട് വരും. അതുകൊണ്ടാണ് അവിടെ പ്രസിപ്പിറ്റേഷൻ വളരെ കുറച്ച് ലഭിക്കുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൺസൂണിന്റെ ഒരു കോൺട്രിബ്യൂഷൻസ് ആയിട്ട് ചെയ്യുന്നത്. ആൾക്കാരുടെ എക്കണോമിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കൾച്ചറിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൾച്ചറിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഇവരുടെ ഹാർവസ്റ്റിംഗ്, ഇവരുടെ ഫങ്ഷൻസ്, മേജർ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഹാർവസ്റ്റിംഗ് സീസണായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. നമുക്കറിയാം ഓരോ നാടിന്റെയും ഹാർവസ്റ്റിംഗ് സീസൺ ആയിട്ട് അഗ്രികൾച്ചറൽ പ്രോസ്പെറസ് ആയിട്ടുള്ള, അഗ്രികൾച്ചർ ഡോമിനന്റ് ആയിട്ടുള്ള കൺട്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർവസ്റ്റ് സീസണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ എല്ലാ ഫെസ്റ്റിവൽസും ഉള്ളത്. അതൊരു എക്കണോമിക്കലി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഫെസ്റ്റിവൽസ്. സോ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് മൺസൂണിന്റെ പ്ലെന്റിനെസ്സിനെ ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്തിട്ട് വേണം എത്ര മാർക്കാണ് ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ഓക്കെ, സോ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്? ഒരു മോഡൽ ആൻസർ പറയുകയാണെങ്കിൽ ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് നമുക്കറിയാം സമ്മർ സീസൺ ആണല്ലേ, ജൂണിൽ വരുന്നു. അത് രണ്ട് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയിട്ടാണ് വരുന്നത്. അഡ്വാൻസിങ് മൺസൂൺ ഉണ്ട്, റിട്രീറ്റിംഗ് മൺസൂൺ ഉണ്ട്. ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ബേസിക്കലി ഇറ്റ് ഈസ് ദ സീസണൽ ചേഞ്ച് ഇൻ വിൻഡ് ഡയറക്ഷൻ. വിൻഡ് ഡയറക്ഷന് സീസണിൽ ഉണ്ടാവുന്ന ഡയറക്ഷൻ ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സീസൺ ഈ ഒരു റീജിയണിൽ കിട്ടുന്നത്. സോ സമ്മറിൽ ഓൺഷോർ വെറ്റ് മൺസൂൺ ആണ്. ഓൺഷോർ വെറ്റ് മൺസൂൺ സമ്മറിലാണ്. ഡ്രൈ മൺസൂൺ എപ്പോഴാണ്? ഓഫ് ഷോർ എപ്പോഴും വിന്ററിൽ റിട്രീറ്റിംഗ് അല്ലെ. സോ റെയിൻഫോളിന്റെ നാച്ചുറൽ എന്താണ്? പ്രസിപ്പിറ്റേഷൻ വളരെ ഹൈ ടൊറൻഷ്യലാണ്. ആക്ച്വലി കനത്ത മഴയാണ്. കുറച്ച് സമയം കൊണ്ട് നല്ല ഹെവി റെയിൻഫോൾ ആണ് ഉണ്ടാകുന്നത്. ടൊറൻഷ്യൽ റെയിൻഫോൾ ആണ് ഉണ്ടാവുന്നത്. സോ ഇത് ഉണ്ടാവുന്ന റീജിയൻസ് ഏതൊക്കെയാണ്? ഇന്ത്യ സബ് കോണ്ടിനെന്റ്, മ്യാൻമർ, ലാവോസ്,
വിയറ്റ്നാം, സൗത്ത് ചൈന എന്നിവിടങ്ങളിലൊക്കെ ഇത് ഉണ്ടാവും. ലാൻഡിന്റെയും സീയുടെയും ഹീറ്റിംഗ് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ്, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് റേറ്റ് ഓഫ് ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ, അതും ഇതിനൊരു കാരണമാണ്. ഓക്കെ, പിന്നെ എന്താണ് ഇതിന്റെ വെജിറ്റേഷന്റെ കാര്യങ്ങൾ പറഞ്ഞു. മോസ്റ്റ്ലി ഡെസിഡ്യൂസ് വെജിറ്റേഷൻ ആയിരിക്കും, ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ പറയാം. സോ അടുത്തത് ഇന്ത്യൻ മൺസൂൺസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹൗ ഫാർ ഡു യു അഗ്രി ദാറ്റ് ദ ബിഹേവിയർ ഓഫ് ദ ഇന്ത്യൻ മൺസൂൺ ഹാസ് ബീൻ ചേഞ്ചിങ് ഡ്യൂ ടു ഹ്യൂമനൈസിംഗ് ലാൻഡ്സ്കേപ്സ്? How far do you agree that behavior of monsoon, Indian monsoon, has been changing due to humanizing landscape? Humanizing landscape. How far do you agree that the behavior of Indian monsoon has been changing due to humanizing landscapes? Discuss. Indian monsoon പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ട്. അത് ഹ്യൂമൻ ഇന്റർവെൻഷൻ കാരണമാണ്. ഹ്യൂമനൈസിങ് ലാൻഡ്സ്കേപ്പ്, ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നാച്ചുറൽ പ്ലസ് ഹ്യൂമൻ ഇന്റർവെൻഷൻ. നാച്ചുറലി ഹ്യൂമൻ ഇന്റർവെൻഷൻ കാരണം ഉണ്ടാകുന്ന മാറ്റങ്ങളും കൂടിയിട്ടുള്ള നാച്ചുറൽ എന്ത് പറയാം? ലാൻഡ്സ്കേപ്പ് എന്ന് പറയാം. ലാൻഡ്സ്കേപ്പ് നമ്മുടെ വ്യത്യാസം അറിയാലോ. ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ചാൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് അല്ലെ, ഹ്യൂമൻ ഇന്റർവെൻഷൻ അവിടെ ഉണ്ട്. സോ എന്തൊക്കെയായിരിക്കും ഇതിനെ റീസൺ ആയിട്ട് പറയാം? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ ഹ്യൂമൻ ഇന്റർവെൻഷനും അതിന് കാരണം മൺസൂൺ ഉണ്ടായ ആൾട്ടറേഷനും ആണ് ഇവർ ചോദിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യൂമനൈസിങ് ലാൻഡ്സ്കേപ്സ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് നമ്മൾ എഴുതാം. സോ നാച്ചുറൽ ലാൻഡ് ഫോംസിനെ അല്ലെങ്കിൽ നാച്ചുറൽ ലാൻഡ് ആർക്കിടെക്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ റിക്വയർമെന്റിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യുന്നതിനെയാണ് ഹ്യൂമനൈസിങ് ലാൻഡ്സ്കേപ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ urbanization, industrialization, okay, habitats, settlements, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൾട്ടിവേഷൻ. എല്ലാത്തിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾറെഡി ഉള്ള നാച്ചുറലിന്റെ ലാൻഡ്സ്കേപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റീഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഹ്യൂമനൈസിങ് ലാൻഡ്സ്കേപ്സ് എന്ന് പറയുന്നത്. ഇത് ഒബ്വിയസ്ലി ഹൈഡ്രോളജിക്കൽ, എർത്തിന്റെ ഹൈഡ്രോളജിക്കൽ സൈക്കിളിനെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഉദാഹരണം നമ്മൾ ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ്, ഡീഫോറസ്റ്റേഷൻ എന്തായാലും ഒരു കാരണമാണ്. ഡീഫോറസ്റ്റേഷൻ കാരണം ഒരുപാട് കാര്യങ്ങളാണ്. സോയിൽ ഇറോഷൻ കാരണമാവുന്നുണ്ട്, ഗ്രീനറി നഷ്ടമാവുന്നുണ്ട്, കൂടുതൽ ഹീറ്റപ്പ് ആവുന്നുണ്ട്. സോ നമ്മുടെ ഹ്യൂമൻ നീഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡീഫോറസ്റ്റേഷൻ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഇൻക്രീസിന് കാരണമാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ എക്സസ് അല്ലെ, അതിലൊരു സെക്വസ്ട്രേഷൻ ഉള്ള ആ ഒരു ലെങ്സ് ഓഫ് ദ എർത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുത്തു മാറ്റുന്നത്. സോ ഡീഫോറസ്റ്റേഷൻ കാരണം. വെറ്റ്ലാൻഡ്സിന്റെ ഡിസ്ട്രക്ഷൻ അതൊരു കാരണമാണ് അല്ലെ. വെറ്റ്ലാൻഡ് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ ഒരുപാട് വാട്ടർ സ്റ്റോറിങ് സ്ഥലമാണ്, കാർബൺ സ്റ്റോറിങ് സ്ഥലമാണ് വെറ്റ്ലാൻഡ്സ് എന്ന് വെച്ചാൽ. ഹൈലി പ്രൊഡക്ടിവിറ്റി കൂടിയ സ്ഥലമാണ് വെറ്റ്ലാൻഡ്സ് എന്ന് വെച്ചാൽ. അതൊക്കെ എടുത്തു കളയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു വാട്ടർ ഹൈഡ്രോളജിക്കൽ സൈക്കിളിനെ അതും എഫക്റ്റഡ് ആവുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹീറ്റിംഗ് ലാൻഡ് മാസിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് വാട്ടർ മാസസ് ഉണ്ട്, വാട്ടർ മാസസ് ഉണ്ട്, ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് ഒക്കെ നമ്മൾ അർബണൈസിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സോ അതിന്റെ കാരണമായിട്ട് എന്ത് ചെയ്യും? മോയ്സ്ചർ കണ്ടന്റ് കുറയും അന്തരീക്ഷത്തിൽ. ഹീറ്റിംഗ്, ഇന്റൻസ് ഹീറ്റിംഗ് ഉണ്ടാവും ലാൻഡിൽ. ഓക്കെ, ഇവാപ്പറേഷൻ കണ്ടന്റ് കുറയും. സോ പിന്നെ ഇൻ കേസ് മഴ പെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകുമ്പോൾ ഈ പ്രസിപ്പിറ്റേഷൻ നന്നായിട്ട് ഫ്ലോ ചെയ്ത് പോകാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും. ഈ അർബണൈസേഷൻ കാരണം നമ്മൾ ക്ലോസ്ഡ് എൻറ്റിറ്റി ആയിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യും? ഇത് അവിടെ എന്ത് ചെയ്യും? സബ്മർജ്ഡ് ആയിട്ട് കിടക്കും സിറ്റി. കറക്റ്റായിട്ട് ഒരു ചാനൽ ഉണ്ടാവില്ല ഒഴുകി പോകാൻ. പിന്നെ ഈ ഒരു ടൊറൻഷ്യലായിട്ട് മഴ പെയ്യുമ്പോൾ ഈ ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിനെ കറക്റ്റായിട്ട് സാധിക്കില്ല. ബിക്കോസ് എന്താ പറയുക, നമ്മളെല്ലാം ഫ്ലോറിങ് ചെയ്യണം. ഇപ്പം റോഡ് സൈഡ്സ് ആണെങ്കിലും വീടുകളുടെ നമ്മുടെ ഔട്ട്സൈഡ് ഏരിയാസ് ആണെങ്കിലും പ്രിമൈസസ് ഒക്കെ നമ്മൾ ഇന്റർലോക്കിംഗ് ചെയ്യുന്നു. എനിവേ വി ആർ കവറിങ് ദ നാച്ചുറൽ ഗ്രൗണ്ട് വിത്ത് ആർട്ടിഫിഷ്യൽ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ മെനി റീസൺസ്. സോ എന്താണ് എർത്തിന്റെ പെർക്കുലേഷൻ, എന്താണ് എർത്ത് കുടിക്കുന്നില്ല, വെള്ളം കുടിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. ഓക്കെ,
സോ ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ് പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടർ ഷോർട്ടേജ് ഉണ്ടാവും. ഗ്രൗണ്ട് വാട്ടർ നമ്മൾ വളരെ അധികം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റീചാർജിങ്ങിനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ല. ദെൻ വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ക്രോപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ മാക്സിമം വാട്ടർ എന്ത് ചെയ്യും, ബോർവെല്ലിന് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് നമ്മൾ ചെയ്യുന്നു. അതുപോലെ തന്നെ വാട്ടർ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തു. സോ ഇതെല്ലാം ചെയ്യും. പിന്നെ അർബനൈസേഷൻ കൂടുന്നതോ അതിന്റെ റേറ്റ് ഓഫ് അർബനൈസേഷൻ കൂടുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? അർബനൈസേഷൻ കൂടുന്നതനുസരിച്ചിട്ട് പൊല്യൂഷൻ കൂടും. PM പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ആയിക്കോട്ടെ, നാനോ പാർട്ടിക്കിൾസ് ആയിക്കോട്ടെ, അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സോ അതെന്തായിട്ട് മാറും? നാനോ പാർട്ടിക്കിൾസ് ഒക്കെ എന്തായിട്ട് മാറും? കണ്ടൻസേഷൻ ന്യൂക്ലിയായി ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കുന്നു. സോ ഒരു സാധാരണ രീതിയിൽ ഒരു മൺസൂണിന്റെ ഒരു ക്ലൗഡ് ഫോർമേഷനേക്കാൾ എത്രയോ അധികം വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി അതിന്റെ ഒരു സ്പ്രെഡ് കൂടുതലായിട്ട് കൂടുതൽ ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ എന്താണ്, സാധാരണ ലഭിച്ചിരിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടി മഴയാണ്, ടൊറൻഷ്യൽ ആയിട്ടുള്ള മഴയാണ് നമുക്ക് ലഭിക്കും ഈ ഒരു സിറ്റീസിലൊക്കെ. അതും ഒരു പ്രശ്നമാണ്. ടൊറൻഷ്യലായിട്ട് ഹെവി റെയിൻഫോൾ ചെറിയൊരു സമയത്ത് ലഭിക്കുമ്പോൾ ഒബ്വിയസ്ലി എന്തായാലും അവിടെ ഫ്ലഡ് ക്രിയേറ്റ് ഉണ്ടാവും. സോ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഒരു റീസൺസ്. പിന്നെ ഡാംസിന്റെ ക്രിയേഷൻ ഓഫ് ഡാംസ്, വേരിയസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പൊല്യൂഷൻ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ മൺസൂണിന് വേരിയേഷൻസ് ഉണ്ട്. ഒന്നുകിൽ അത് ഇന്റൻസിഫൈഡ് ആവും അല്ലെങ്കിൽ കുറയും. ഓക്കെ, രണ്ട് രീതിയിലും ഇമ്പാക്റ്റ് ആവും. കുറച്ചു കാലം വളരെ ഇന്റൻസിഫൈഡ് ആയിട്ട് വരാം, പിന്നെ കുറച്ചു കാലം വളരെ ഡ്രോട്ട് കണ്ടീഷൻ ആവും. സോ മോർ ദൻ ഈ ഒരു നാച്ചുറൽ ഇഫക്ട്സ് ആയിട്ടുള്ള എൽനിനോ, ലാനിന, ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ തുടങ്ങിയ ഫിനോമിനാസ് കാരണം വേരിയേഷൻസ് ഓൾറെഡി ഇന്ത്യൻ മൺസൂൺസിലുണ്ട്. അതല്ലാതെ ഹ്യൂമൻ ഇന്റർവെൻഷൻസ് കാരണവും എന്തുണ്ടാവുന്നുണ്ട്? ചേഞ്ച് ഇൻ മൺസൂൺ പാറ്റേൺസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വേണം നമ്മൾ പറയാം. സോ നാച്ചുറൽ റീസൺസ് ആയിട്ടുള്ള എൽനിനോ, ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്നിവയുള്ള ചേഞ്ച് കാരണം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഈ ഹ്യൂമൻ ഇന്റർവെൻഷനും ഹ്യൂമനൈസ്ഡ് ലാൻഡ്സ്കേപ്സും വലിയ തോതിൽ ഈ ഒരു ഇന്ത്യൻ മൺസൂൺസിന്റെ പാറ്റേൺ ചേഞ്ചിന് കാരണമാവുന്നുണ്ട് എന്ന് മെൻഷൻ ചെയ്യും. ഓക്കെ, കൺക്ലൂഡ് ചെയ്യും. സോ ഇത്രയാണ് നമ്മുടെ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം, സമയം തോന്നുന്നു. ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് എയർ മാസ് and explain its role in macro climatic changes. Discuss the concept of air mass and explain its role in chat box. Discuss the concept of air mass and explain its role in macro climatic changes. Macro climatic changes എന്തൊക്കെയാണ്? 2018 ചോദിച്ചാണ്. എയർ മാസിന്റെ കോൺസെപ്റ്റ് എന്താണ്, പിന്നെ അതിന്റെ മാക്രോ ക്ലൈമാറ്റിക് ചേഞ്ചസിൽ അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എയർ മാസിന്റെ വാട്ട് ഈസ് എയർ മാസ്? എയർ മാസിന്റെ ടെമ്പറേറ്റ് സൈക്ലോൺ, ഷുവർ, ടെമ്പറേറ്റ് സൈക്ലോൺ അല്ലെ. ടെമ്പറേറ്റ് സൈക്ലോണിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ടെമ്പറേറ്റ് സൈക്ലോണും ട്രോപ്പിക്കൽ സൈക്ലോണും തമ്മിൽ വ്യത്യാസം? ടെമ്പറേറ്റ് സൈക്ലോൺ ആണ്, ശരിയാണ്. ടെമ്പറേറ്റ് സൈക്ലോൺ ആണ് എയർ മാസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ല. ടെമ്പറേറ്റ് റീജിയനിൽ റെയിൻഫോളിന് കാരണമാണ് ടെമ്പറേറ്റ് സൈക്ലോൺ. സോ എയർ മാസിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഹാലി, ചില സയന്റിസ്റ്റുകളൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മൺസൂൺ തന്നെയും ഒരു വലിയൊരു എയർ മാസിന്റെ മൂവ്മെന്റ് ആണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് തന്നെ ഒരു വലിയൊരു ട്രോപ്പിക്കൽ എയർ മാസിന്റെ മൂവ്മെന്റ് കാരണം സംഭവിക്കുന്ന പ്രസിപ്പിറ്റേഷൻ ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇന്ത്യൻ മൺസൂണിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ ടെമ്പറേറ്റ് ടെമ്പറേറ്റ് റീജിയൻസ് ആണ് ഈ എയർ മാസിന്റെ മേജർ ആയിട്ടുള്ള എഫക്ട് പറയും. ഫസ്റ്റ് ഓഫ് ഓൾ എയർ മാസ് എന്ന് വെച്ചാൽ എയറിന്റെ ഒരു കൂട്ടം, വാട്ടർ മാസ് നമ്മൾ കേട്ടിട്ടുണ്ട്, സിമിലർ ഒരു ടേമാണ്. കമ്പാരിറ്റീവ്ലി ഒരു യുണീക്നെസ് ഉണ്ടാവണം ഈ ഒരു റീജിയനിലെ എയറിന്. വെർട്ടിക്കൽ എക്സ്റ്റെന്റ് ഉണ്ടാവും, ഹൊറിസോണ്ടൽ എക്സ്റ്റെന്റ് ഉണ്ടാവും. സോ ആ ഒരു ലാർജ് ബോഡി ഓഫ് എയർ വിച്ച് ഹാവ് യൂണിഫോം ടെമ്പറേച്ചർ, ഓൾമോസ്റ്റ് യൂണിഫോം ടെമ്പറേച്ചർ, humidity and pressure which it adapts from the surface present below it. അതിന്റെ സോഴ്സ് റീജിയൻ എവിടെയാണോ അതാണ് സർഫസ്. ആ സോഴ്സ് റീജിയനിൽ നിന്ന് അഡാപ്റ്റ് ആയിട്ടുള്ള ആ ഒരു സിമിലർ ടൈപ്പ് ഓഫ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആയിരിക്കും ഈ ഒരു ബിഗ് വോളിയം ഓഫ് എയർ ആ ഒരു റീജിയൻ ഉണ്ടാവും.
അങ്ങനെ അതൊരു ബിഗ് ഒരു സിംഗിൾ എയർ മാസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ എയർ മാസ് എന്ന് പറയുന്നത്. സോ എയർ മാസ് ഈസ് എ ലാർജ് ബോഡി ഓഫ് എയർ ഹാവിംഗ് യൂണിഫോം ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് പ്രഷർ വിച്ച് ഇറ്റ് അഡാപ്റ്റ്സ് ഫ്രം ദ സർഫസ് പ്രസന്റ് ബിലോ ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിഫൈൻ ചെയ്തു എയർ മാസ് എന്ന് വെച്ചാൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എയർ മാസിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു എയർ മാസ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അതായത് മോയ്സ്ചർ കണ്ടന്റ്, പിന്നെ പ്രഷർ എന്നിവയിലൊക്കെ ഒരു ഹോമോജീനിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അത് സെവറൽ കിലോമീറ്റേഴ്സ് എന്താണ് ഈ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഒരു ഹോമോജീനിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. സോ കോൾഡ് എയർ മാസ് ഉണ്ട്, വാം എയർ മാസ് ഉണ്ട്, നമുക്കറിയാം ടെമ്പറേച്ചർ ഇതായിട്ട്. പിന്നെ എന്താണ് മേജർ ആയിട്ടുള്ള ഇതിന്റെ ഒരു അറ്റ്മോസ്ഫിയറിക് ഫിനോമിന ഈ എയർ മാസ് കൊണ്ട് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ സൈക്ലോൺ ആണെന്ന് നമുക്കറിയാം. സോ എയർ മാസസിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് റീജിയൻ, ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ, ടെമ്പറേച്ചർ, മോയ്സ്ചർ പ്രോപ്പർട്ടീസ്. ഈ ഒരു 4 റീസൺസ് വെച്ച് 4 ബേസിസിൽ നമുക്ക് എയർ മാസസിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണ്? സോഴ്സ് റീജിയൻ എവിടെയാണെന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ട്, ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ ബേസ് ചെയ്തിട്ട്, ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ട്, മോയ്സ്ചർ പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ട്. ഓക്കെ, നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ കേട്ടാണ്. ന്യൂ മെയിൻ കാറ്റഗറീസ് ഓഫ് എയർ മാസസ് ആർ എന്താണ്? ഏതൊക്കെ മെയിൻ ആയിട്ടുള്ള എയർ മാസ് നമുക്ക് പറയാം? ട്രോപ്പിക്കൽ ഉണ്ട്, പിന്നെ പോളാർ. ട്രോപ്പിക്കൽ എയർ മാസിനും പോളാർ എയർ മാസിനും നമുക്ക് ടെമ്പറേച്ചർ വൈസ് ചെയ്യാം. സബ് ഡിവിഷൻ എന്തുണ്ട്? ഇതിനെ എങ്ങനെയൊക്കെ സബ് ഡിവൈഡ് ചെയ്യാം? അത് ഓഷ്യാനിക് റീജിയനിലാണ്, മറൈൻ റീജിയനിലാണ് ഉള്ളത്, കോണ്ടിനെന്റൽ ലാൻഡ് മാസിലാണ് ഫോം ചെയ്യുന്നത്. അതിനനുസരിച്ച് വ്യത്യാസപ്പെടാം. സോ എന്താണ്? ഓഷ്യാനിക് ആവാം, കോണ്ടിനെന്റൽ ആവാം, ട്രോപ്പിക്കൽ ആവാം, പോളാർ ആവാം, സബ് ട്രോപ്പിക്കൽ ആവാം, സബ് പോളാർ ആവാം. ഓക്കെ, ദെൻ എന്താണ് പിന്നെയും എങ്ങനെയൊക്കെ ഇതിനെ ചെയ്യാൻ പറ്റും? ഇതിന്റെ എങ്ങനെയാണ് അതിന്റെ ഡെസിഗ്നേഷൻ? ട്രോപ്പിക്കൽ ആണെങ്കിൽ ക്യാപിറ്റൽ ടി, പോളാർ ആണെങ്കിൽ ക്യാപിറ്റൽ പി, ഇക്വട്ടോറിയൽ ഇ ആണ്, ആർട്ടിക്കിൽ എ ആണ്, അന്റാർട്ടിക് ആണെങ്കിൽ ഡബിൾ എ ആണ് ഇതിന്റെ ഡിനോട്ടേഷൻ. സോ കോൾഡ് കറണ്ട് ആണെങ്കിൽ എയർ മാസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കെ, സ്മോൾ ലെറ്റർ കെ എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾ ഡയഗ്രാം വരച്ചിട്ടൊക്കെ എഴുതാൻ മതി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാൾട്ട്, ജർമ്മൻ വേർഡ് ആയിട്ടുള്ള കാൾട്ട് ഫോർ കോൾഡ് എന്നതിനാണ് എന്നുള്ള കെ, സ്മോൾ കെ ആണ് കോൾഡ് കറണ്ടിന് വേണ്ടി നമ്മൾ എടുക്കുക. വാം കറണ്ട് ആണെങ്കിൽ ഡബ്ല്യു എന്ന് തന്നെ എടുക്കുക. ഓക്കെ, സോ മേജർ ആയിട്ടുള്ള എയർ മാസ്, എർത്തിലുള്ള എയർ മാസ് മെരിടൈം ആർട്ടിക്, മെരിടൈം പോളാർ, ട്രോപ്പിക്കൽ, അതൊക്കെ മെരിടൈം ആണ്. ഓഷ്യാനിക് ഒറിജിൻ ആണ്, സോഴ്സ് റീജിയനാണ്. പിന്നെ കോണ്ടിനെന്റ്, ഇതിന് തന്നെ കോണ്ടിനെന്റൽ കൗണ്ടർ പാർട്സും ഉണ്ട്. സോ എത്ര ടോട്ടൽ 6 എയർ മാസസ് നമുക്ക് മേജർ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതിന്റെ എയർ മാസസിന്റെ എന്തൊക്കെയാണ് എയർ മാസസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. സോ എന്തൊക്കെയാണ്? ഫ്രണ്ടൽ അല്ലെ, ഫ്രണ്ടൽ പ്രസിപ്പിറ്റേഷൻ, ഫ്രണ്ടൽ റെയിൻഫോളിന് കാരണമാവുന്നുണ്ട് അല്ലെ. ഈ ഒരു 2 എയർ മാസസ് മീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? കോൾഡ് എയർ മാസ് വാം എയർ മാസിന്റെ അടുത്ത് വരികയാണെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവും. വാം എയർ മാസ് സ്റ്റേഷനറി ആയിട്ടുള്ള കോൾഡ് എയർ മാസിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവും. സ്റ്റേഷനറി ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്യും. പിന്നെ സൈക്ലോൺസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ടെമ്പറേച്ചർ സൈക്ലോൺസ് നമുക്കറിയാം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് അതിന്റെ ഡയറക്ഷൻ. ട്രോപ്പിക്കൽ സൈക്ലോൺ ആണെങ്കിൽ ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. ഓക്കെ, സോ വളരെ അപൂർവമായിട്ട് ട്രോപ്പിക്കൽ സൈക്ലോൺസും ബംഗാളിന് പകരം അറേബ്യൻ സീസിൽ ഉണ്ടാണ്. അത് വേറെ ക്വസ്റ്റ്യൻ പറയാം, ഈ അടുത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അമ്പൻ സൈക്ലോണിന് ശേഷം വേറൊരു സൈക്ലോൺ വന്നില്ലേ, അത് അറേബ്യൻ സീലാണ് ഫോം ചെയ്തത്. സോ ടെമ്പറേച്ചർ സൈക്ലോൺ ആണ് ഇതിന് മേജർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. സോ വേറൊന്ന് ലോറൻഷ്യൽ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. ലോറൻഷ്യൽ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് മീൻസ് continental polar air mass moves in southerly and southeasterly direction, picks up moisture from Great Lakes region of North America. നോർത്ത് അമേരിക്കയിലെ ഗ്രേറ്റ് ലേക്സ് റീജിയൻസിൽ നിന്നും ഈ ഒരു മോയ്സ്ചർ സ്വീകരിച്ചുകൊണ്ട് അബ്സോർബ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ലേക്ക് ഇഫക്റ്റ് സ്നോ, ഒരു സ്നോ ക്രിയേഷൻ ഉണ്ടാവും. പിന്നെ അപ്പലാഷ്യൻ മൗണ്ടൻസ് എത്തുമ്പോഴേക്കും ഇതിന്റെ മോയ്സ്ചർ കണ്ടന്റ് കൂടി വന്ന് അവിടെ ആകുമ്പോഴേക്കും ഒരു ഹെവി മൗണ്ടൈൻ ഹെവി എന്ന പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവും. ഓക്കെ, അതാണ് ലോറൻഷ്യൽ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്. ഈ ഗ്രേറ്റ് ലേക്സ് റീജിയൻസ് സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ഒരു ലൈറ്റ് സ്നോ ആയിരിക്കും. അത് കഴിഞ്ഞ് സ്നോന്റെ കവർ കൂടി
മോയ്സ്ചർ കണ്ടന്റ് കൂടി വരും. ഈ ഒരു എയർ മാസ് മൂവ്മെന്റ് അനുസരിച്ച് അപ്പലാഷ്യൻ മൗണ്ടൻസ് എത്തുമ്പോൾ ഓറോഗ്രാഫിക്കലി എന്ത് ചെയ്യും, അവിടെ ഹെവി പ്രസിപ്പിറ്റേഷൻ വരും. Then comes China type of climate. ഒരു throughout the year മഴ, ഒരു precipitation ലഭിക്കുന്ന ഒരു ക്ലൈമറ്റ് ആണ് ചൈന ടൈപ്പ് ക്ലൈമറ്റ്. സോ മേരിടൈം പസഫിക്കിലുള്ള മേരിടൈം എയർ മാസ് ഉണ്ടല്ലോ, എയർ മാസ് ഓൺഷോർ ആയിട്ട് എന്ത് ചെയ്യും, മെയിൻലാൻഡ് ചൈനയിലേക്ക് ഓൺഷോർ ആയിട്ട് വരികയാണ്. അങ്ങനെയാണ് എന്താണ് ഇവിടെ സൈക്ലോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ യെല്ലോ സീ റീജിയനിലും ജപ്പാൻ സീയിലൊക്കെ റീജിയൻസിൽ സൈക്ലോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സൈക്ലോൺസ് ഫോം ചെയ്യുന്നു. ദെൻ ഇതുപോലെ തന്നെ അറ്റ്ലാന്റിക് എയർ മാസ് ഉണ്ട് മെക്സിക്കോയിലും, ഗൾഫ് ഓഫ് മെക്സിക്കോ, പിന്നെ USA ഹറിക്കെയിൻസ് ഒക്കെ ഫോം ചെയ്യുന്നത് എന്താണ്, ട്രോപ്പിക്കൽ അറ്റ്ലാന്റിക് എയർ മാസ് ആണ്. അറ്റ്ലാന്റിക്കിലെ എയർ മാസിന് കാരണമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മേരിടൈം അറ്റ്ലാന്റിക് എയർ മാസിന് കാരണമായിട്ടാണ് അവിടെ ഹറിക്കെയിൻസ് ഫോം ചെയ്യുന്നത്. ദെൻ മറ്റേ ചൈന ജപ്പാൻ റീജിയൻസ് ഉണ്ടാവുന്ന സൈക്ലോൺസ് എന്താ പേര് പറയാ, ടൈഫൂൺസ് അല്ലേ. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു ഇന്ത്യൻ മൺസൂണിന്റെ കാര്യം. ഇന്ത്യൻ മൺസൂൺ എന്താണ്, ഒരു ഹൈ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഒരു മേരിടൈം, ഒരു ലാർജ് മേരിടൈം എയർ മാസിന്റെ മൂവ്മെന്റ് ആണ് എന്ത് ഇന്ത്യൻ മൺസൂൺ എന്ന് പറയുന്നതാണ്. അക്കോർഡിംഗ് ടു ഹാലി, HALLEY, ഹാലിയുടെ സ്റ്റഡി പ്രകാരം എന്താണ് അദ്ദേഹം പറയുന്നത്, ഇതൊരു എന്താണ് ഇന്ത്യൻ മൺസൂൺ തന്നെ ഒരു മൂവ്മെന്റ് ഓഫ് ഹെവി മാരിടൈം എയർ മാസ് ആണ്. ഓക്കെ, ദെൻ കംസ് മെഡിറ്ററേനിയൻ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ്, കൺവേർജൻസ് ഓഫ് ആഫ്രിക്കൻ ഹോട്ട് എയർ മാസ് ആൻഡ് യൂറോപ്യൻ കോൾഡ് എയർ മാസ്. ഇൻ ബിറ്റ്വീൻ എന്തുണ്ട്, മെഡിറ്ററേനിയൻ സീ ഉണ്ട് അല്ലെ. ഓവർ ദ മെഡിറ്ററേനിയൻ എന്ത് ചെയ്യും, അവിടെ ടെമ്പറേറ്റ് സൈക്ലോൺ ഉണ്ടാവും. അതിന്റെ ഒരു വൈബ്രേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ ടെമ്പറേറ്റ് സൈക്ലോൺസ് ആണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് നമ്മൾ പറഞ്ഞു. എയർ മാസസിന്റെ പറയുന്നത് ടെമ്പറേറ്റ് റീജിയൻസിലാണ് ഉള്ളത്. സോ ടെമ്പറേറ്റ് സൈക്ലോൺസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ക്വസ്റ്റ്യൻ വേറെ ചോദിക്കാം അല്ലെ. ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് വെച്ചാൽ എന്താണ്, ട്രോപ്പിക്കൽ സൈക്ലോൺസും ടെമ്പറേറ്റ് സൈക്ലോൺസും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. സോ ടെമ്പറേറ്റ് സൈക്ലോൺസ് ഫസ്റ്റ് ഓഫ് ഓൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് എന്താണ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ടെമ്പറേറ്റ് സൈക്ലോൺ മൂവ്സ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇതിന്റെ റേഞ്ച് ട്രോപ്പിക്കൽ സൈക്ലോൺസും റേഞ്ച് കുറവായിരിക്കും, പക്ഷേ ടെമ്പറേറ്റ് സൈക്ലോൺസ് വളരെ വൈഡ്ലി റേഞ്ച് ആയിരിക്കും. അറൌണ്ട് 1500 കിലോമീറ്റേഴ്സ് റേഞ്ച് ഒക്കെ ഒരു ടെമ്പറേറ്റ് സൈക്ലോൺസ് ഉണ്ടാവും. ഇതിന്റെ ഐസോബാർസ് എന്താണ്, സർക്കുലർ ഷേപ്പ് അല്ല, മറിച്ച് എലിപ്റ്റിക്കൽ ഇൻ ഷേപ്പ് ആണ്. ഐസോബാർസ് ഓഫ് ടെമ്പറേറ്റ് സൈക്ലോൺസ് ആർ എലിപ്റ്റിക്കൽ ഇൻ ഷേപ്പ്. കോൾഡ് എയർ മാസ് മൂവ്സ് ഫാസ്റ്റർ ദാൻ വാം എയർ മാസ്. അപ്പോൾ അതിനെ ഒക്ലൂഡഡ് ഫ്രണ്ട് ക്രിയേറ്റ് ആവും അല്ലെ, ഒക്ലൂഡഡ് ഫ്രണ്ട് ക്രിയേറ്റ് ആവും. സോ കോൾഡ് എയർ മാസ് മൂവ്സ് ഫാസ്റ്റർ ദാൻ വാം. ഇതിന്റെ സ്പീഡ് എന്താണ്, സ്പീഡ് കമ്പാരിറ്റീവ്ലി എന്താണ്, കുറവായിരിക്കും. ട്രോപ്പിക്കൽ എയർ മാസിന് മോർ ദാൻ 100 കിലോമീറ്റേഴ്സ് ഉണ്ടാവും അല്ലെ. ഇതിനൊരു 20 കിലോമീറ്റേഴ്സ് ഒക്കെയാണ് ഇതിന്റെ ഒരു സ്പീഡ് ഉണ്ടാവും, 20 കിലോമീറ്റർ പെർ ഹവർ. ദെൻ എന്താണ്, ഓൾമോസ്റ്റ് ക്ലിയർ വെതറായിരിക്കും. ഇതൊക്കെയാണ് ടെമ്പറേറ്റ് സൈക്ലോൺസിന്റെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. സോ ഏതായാലും എയർ മാസ് ചോദിച്ചാൽ അല്ലേ, എയർ മാസ് എന്നാണ് ലാർജ് ബോഡീസ് ഓഫ് സ്ലോ മൂവിങ് എയർ ആണ്, എക്സ്റ്റെൻഡിങ് അപ് ടു ട്രോപ്പോസ്ഫിയർ, കവർ എ ലാർജ് ഏരിയ. എന്തൊക്കെയാണ് സോഴ്സ് റീജിയൻ, ലാറ്റിറ്റ്യൂഡിലെ പൊസിഷൻസ്, ടെമ്പറേച്ചർ എന്നൊക്കെ സൈസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഇതിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോണ്ടിനെന്റലും ഓഷ്യാനിക്കും ഉണ്ട് അല്ലെ, ട്രോപ്പിക്കലും പോളാറും ഉണ്ട്. ഓക്കെ, പിന്നെ അതിന് ഡിനോട്ടേഷൻ പറഞ്ഞു. കോൾഡ് ആണെങ്കിൽ എന്താണ്, K ആണ്, സ്മോൾ ലെറ്റർ K ആണ്. വാം ആണെങ്കിൽ W ആണ്. ട്രോപ്പിക്കൽ T ആണ്, ഇക്വട്ടോറിയൽ E ആണ്, ആർട്ടിക് A, അന്റാർട്ടിക് AA. ഓക്കെ, മെരിടൈം M, പിന്നെ കോണ്ടിനെന്റൽ C. ഇങ്ങനെയൊക്കെയാണ് എയർ മാസസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓഷ്യൻ കറൻസിനെ പറ്റിയിട്ടും ഓഷ്യൻ കറൻസും വാട്ടർ മാസസ് ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്, മേജർ ആയിട്ടുള്ള വാട്ടർ മാസസ്, മേജർ ആയിട്ടുള്ള ഓഷ്യൻ കറൻസ്, അതിന്റെ ഇമ്പാക്ട്സ് എങ്ങനെയൊക്കെയാണ് എന്നിവയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.